ഈ രാത്രി വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഭാമക്കൾ, പാസ്റ്റർമാർ, കമ്മിറ്റിക്കാർ, കുഞ്ഞുങ്ങൾ, നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൗത്തുവാനായി ദൈവരെ കാത്തു പരിപാലിക്കട്ടെ എന്നൊരിക്കൽ കൂടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയും ലോകം ലീഡ് ചെയ്യുന്ന ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ രായ്ച്ചാനെ ഓർക്കുന്നു. കൂടെയുള്ള കുഞ്ഞുങ്ങളെ ഓർക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2ാം ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. സഞ്ചാർ സാത്തി ആപ്പും മനുഷ്യനെ മുഴുവൻ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇപ്പോൾ നടക്കുന്ന ലോക സംഭവങ്ങളെപ്പറ്റി വിശുദ്ധ ബൈബിളിലേക്ക്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകും. 10 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. 7 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേളയിലേക്ക് പോകും. 3 വാക്യങ്ങൾ വായിച്ച് കൃത്യം 9:30 തന്നെ ഇന്ന് രാത്രി യോഗം സമാപിക്കും. അവസാനം പാട്ടുപാടി പ്രാർത്ഥിച്ചായിരിക്കും യോഗം അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ യോഗ സ്ഥലത്ത് നിന്ന് മടങ്ങത്തുള്ളൂ. കഴിഞ്ഞ രാത്രി 1-ാം രാത്രി നമ്മുടെ കൺവെൻഷനിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1:3 വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. അങ്ങനെയെങ്കിൽ ഉലകത്തെ ഭരിക്കാൻ ഒരുവൻ എഴുന്നേറ്റ് വരുമെന്ന് ഇന്നലെ രാത്രി വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് ശൃംഗമുഖം, അതിൻ്റെ മഹാസർപ്പം, വലിയ ശക്തി, അധികാര സിംഹാസനം, മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. ദാറ്റ് മീൻസ് ന്യൂ വേൾഡ് ഓർഡർ. അപ്പോൾ മൃഗത്തെ ആര് കാണുമെന്ന് UACCയോട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. യോഹന്നാനോട് സ്വർഗം പറഞ്ഞ്, നീ കണ്ട മൃഗമോ ഇപ്പോൾ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്, മുൻപേ ഉണ്ടായിരുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി ഉലകത്തെ പിടിക്കാൻ വരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ ദൈവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അതിനെ കണ്ട് വിസ്മയിക്കും. വെളിപ്പാട് 17:8-9. ഇന്നലെ ഞാൻ പറഞ്ഞു, ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ കാന്തൻ വരും. ബൈബിളിനകത്ത് 2 അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ഭാഗം. പുതിയ നിയമത്തിൻ്റെ 27 വെളിപ്പാട്, പഴയ നിയമത്തിൻ്റെ 27 ദാനിയേൽ പ്രവചനത്തിനകത്ത് അന്ത്യദിനത്തിൽ ഒരുവൻ ഭരണത്തിൽ വരുമെന്ന് പ്രിയപുരുഷനായ ദാനിയേൽ 8:23-24-25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായം ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ നിയമത്തെ കയ്യിലെടുക്കും. ഇന്നലെ കുഞ്ഞുങ്ങളോട് വിവാഹമില്ലാത്ത കാലത്തെ പറ്റി ദാനിയേൽ 7:25 ദൈവം വെച്ച കാർമിക നിയമത്തെ പൈശാചി മാറ്റിക്കളെ. അവൻ അത്യുന്നതിന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും. കാലവും കാലങ്ങളും കാലാംശവും ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെയെങ്കിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടും, സ്ത്രീകൾ വാഴും, വഴി നടത്തുന്നവരാൾ തെറ്റപ്പെടുന്നു. യെശയ്യാ പ്രവചനം 3:12 നിങ്ങളുടെ കുട്ടികളോ അവർ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു, ജനം തെറ്റുന്നു, ഒരന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഒരാഴ്ചപ്പെട്ടത്തേക്ക് ലോകത്തെ നിയമം മാറിക്കഴിയും. ദാനിയേൽ 9:27 ഇന്നലെ രാത്രി ഒരാഴ്ചപ്പെട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കും. അതിനാസ്പദമായി ധന്യനായ പൗലോസ്ലീഹ വരുംകാലത്തെ ചൊല്ലിക്കൊണ്ട് എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെയൊരു വാക്കെഴുതി 5:15-16 ആകയാൽ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായി നിങ്ങൾ നടപ്പാൻ നോക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണി സിസ്റ്റർ തീർക്കുന്നത് പോലെ ഈ ലോകം തീക്കായി കർത്താവ് സൂക്ഷിക്കുന്നവൻ ഇന്നലെ. അങ്ങനെയെങ്കിൽ റോബോട്ടുകൾ വരും, ഇൻ്റർനെറ്റ് മർഡർ ഉണ്ടാവും. വെളിപ്പാട് 13:15 ഇന്നലെ രാത്രി മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. ബൈബിൾ ഇന്നലെ രാത്രി സോഫിയ റോബോട്ട്, ലെബനോണിലെ പേജർ സ്ഫോടനം, പെട്രോൾ പമ്പുകളിൽ എഴുതി വെച്ചു മൊബൈൽ ഉപയോഗിക്കരുത്. പല സ്ഥലത്തും മൊബൈലുകൾ പൊട്ടിത്തെറിക്കുന്നു. ഇതൊരു അന്ത്യകാലം. അതുകൊണ്ട് ഇന്നലെ രാത്രി 4 കാര്യങ്ങൾ പറഞ്ഞു. 1 എതിർ ക്രിസ്തു വരും, അതിനു മുമ്പ് യേശു വരും. 2 അവൻ നിയമത്തെ കഠിനമാക്കുക, അവൻ്റെ നിയമം വരുന്നതിന് മുമ്പ് ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 3 റോബോട്ടുകൾ പ്രവേശം ചെയ്യുന്ന ഒരു കാലം. അങ്ങനെയെങ്കിൽ താമസമില്ല, നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും റോബോട്ടിൻ്റെ മുഖം വരാറായി. അതിനു മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. ഇതിനെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിനൊരു അധികാരം കിട്ടും. അതിൻ്റെ പേര് ബ്ലൂ ബ്രൈൻ, നിയന്ത്രിത ബുദ്ധി. ആ അധികാരം വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവർ കാകളത്തെങ്കിൽ എടുക്കപ്പെടും. ആഗോള വ്യാപകമായി ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്ന സൈബർ അഥവാ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒരുപക്ഷെ പൊട്ടുവാനുള്ള സാധ്യത വിദൂരം. ലെബനോനിൽ അത് നടന്നു കഴിഞ്ഞു. ഇനിയും പൊട്ടിത്തെറികൾ. ആ പൊട്ടിത്തെറികൾ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വിശ്വാസം ഇന്നലെ രാത്രി കർത്താവിൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇന്ന് രാത്രി ഒരു രാത്രി കൂടി അപ്പോസ്തോലിക് പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ്റെ 2ാമത് രാത്രി
രാത്രി USCCയോട് ഒരു രാത്രി കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു വാക്ക് ചൊല്ലുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. USCC നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going Book of Revelation chapter 4 verse 1. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് മേലാൽ എന്ത് സംഭവിക്കുമെന്ന് നാം ചിന്തിക്കാം. വായിക്കാം. വെളിപ്പാട് അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട, കാഹളനാദം പോലെ യോഹന്നാനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ആദ്യത്തെ ശബ്ദം യോഹന്നാനോട്, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ ചില കാര്യങ്ങൾ സംഭവിക്കും. മതിമക്കളെ, അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കണ്ണുകൾ മൂടാം. ഒരു നിമിഷം കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കഴിഞ്ഞ രാത്രി ഗ്രൗണ്ടിൽ നിന്ന് ആരാധിച്ച് മടങ്ങിപ്പോയ ഒരുത്തർക്കും ഒരു ആപത്ത് വരാതെ, ഒരു രോഗക്കടക്കളിൽ കടക്കാതെ, ഒരു OP ടിക്കറ്റ് മേടിക്കാതെ ഇന്ന് രാത്രി കടന്നു വന്നപ്പാ പിതാവേ എന്ന് കരമുയർത്തി വിളിക്കുക. ഞങ്ങളെ ദൈവം കാത്ത ദയക്കായി നന്ദിയോടെ സ്തോത്രം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കരുണാമയനും നിത്യ നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് ദൂത സഞ്ചയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ടല്ലോ. ഷാറാപ്പുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നു. ഇന്ന് രാത്രി തേജസ് വാരി ഉടുത്തവൻ്റെ കരം ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ അത്ഭുതത്തിൻ്റെ ഹല്ലേ ദിനമായി മാറട്ടെ. എല്ലാ രോഗക്കെട്ടുകളും, എല്ലാ ശാപക്കെട്ടുകളും, എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു നാമത്തിൽ ദേശം വിട്ട് അഴിഞ്ഞു മാറി ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദവും ആരാധന ഇവിടെ പുറപ്പെടുമ്പോൾ ലെബനോണിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, ജീവിതം തകർന്ന വ്യക്തികൾ കൂടി യേശുവിന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി ഞങ്ങൾ ോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ഒരു മഴ പെയ്തിറങ്ങും ചില കൂട്ടിച്ചൊടികൾ മുളയ്ക്കുന്നത് പോലെ ഈ ദിവസത്തിലെ ഭജനവും ആരാധനയും ചില ജീവിതങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുവന്ന് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടത്തുക. ഈ കൺവെൻഷൻ ഒരു രാത്രി കൂടി കരങ്ങൾ തരുന്നു. വെളിച്ചം കുഞ്ഞുങ്ങളെല്ലാം ഒരു രാത്രി വചനവുമായി നിൽക്കുന്നു. സ്വർഗസ്വനായ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട അപ്പച്ചൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. നിന്റെ മക്കളെ വിടുതലോടെ കടത്തിവിടണം. സഭാമക്കൾ, കുടുംബങ്ങൾ, പഠിക്കുന്ന മക്കൾ, ജോലിക്കാർ, കൂലിവേലക്കാർ എല്ലാവരും ഈ കൺവെൻഷനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ രാത്രി വിടുതലോടെ കടത്തിവിടുന്നതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അപ്പച്ചന് യേശു ക്രിസ്തുവിൻ തന്നെ. ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ എല്ലാവരും വിശുദ്ധ ബൈബിളിലേക്ക് തിരുവചനത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2 പ്രത്യേകത പറഞ്ഞുകൊണ്ട് പോകാം. വിശുദ്ധ തിരുവചനത്തിൽ വരുമ്പോൾ പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളുണ്ട്. പൗലോസ് ലീഗ 14 ലേഖനം തിരുസഭയ്ക്ക് എഴുതി. പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനവും എഴുതിയില്ല. ലൂക്കോസ് വൈദ്യൻ 2 കാര്യം എഴുതി. 1 ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതി, 2 സഭയുടെ ചരിത്രം എഴുതി. പക്ഷേ ലേഖനവും പ്രവചനവും എഴുതിയില്ല. യോഹന്നാൻ്റെ പ്രത്യേകത എന്താ? അവൻ സുവിശേഷത്തിൽ യേശുവിനെ വരച്ച് കാട്ടിയതാ യോഹന്നാൻ്റെ സുവിശേഷം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ അവൻ വരച്ചു കാട്ടുന്നു. രണ്ടാമതായി യോഹന്നാൻ വളരെ ശക്തമായ ഒരു ഭാഗത്തെ വരച്ചു കാട്ടുന്നു. ലേഖനങ്ങൾ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ഉപദേശം, വചനത്തിൽ നിന്ന് കടന്നു പോകുന്നവരുടെ ന്യായവിധി. 3 പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അതും യോഹന്നാൻ എഴുതി. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാൻ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അപ്പച്ച സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വെള്ളറുടെ ആത്മീയ മന്ന ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? കണ്ണമൂല CSI സെമിനാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അപ്പച്ചൻ പറയും അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ ഞാൻ അവൻ്റെ മാറ്
മാറിൽ ചാരിയിരുന്നത് കൊണ്ട് കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കാൽവരി ദർശനം കണ്ടവന്റെ അകത്ത് സുവിശേഷമുണ്ട്, കാൽവരി ദർശനം കണ്ടവന്റെ അകത്ത് ഉപദേശമുണ്ട്, കാൽവരി ദർശനം കണ്ടവന്റെ അകത്ത് പ്രവചനവുമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഡൊമീഷ്യന്റെ കൽപ്പന പ്രകാരം യോഹന്നാനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ കിട്ടി. അവനെ എഫെസോസഭയുടെ മുൻപിൽ കൊണ്ടുവിട്ടു. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധിയാണ്. പടയാളികളോട് ഡൊമീഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നമുക്കൊരു പോംവഴിയുള്ളൂ, തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് ഈ വയോധികനെ മുക്കിക്കൊല്ലുക. അതാണ് പദ്ധതി. 4 ദിവസം കഴിഞ്ഞു. രാവിലെ നമ്മുടെ ചർച്ചിൻ്റെ മുറ്റത്ത് ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ വയോധികൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പടയാളികൾ വന്നു. അപ്പച്ചനോട് പറഞ്ഞു, താങ്കൾ മരിക്കാൻ പോവുക, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ, ഫൈനൽ ഡേ. അപ്പച്ചൻ ഞെട്ടിപ്പോയി, എന്താ കാര്യം പറയാൻ പറഞ്ഞു. താങ്കളെ കൊണ്ടുപോയി കാരാഗ്രഹത്തെ എണ്ണയിൽ മുക്കിക്കൊല്ലുവാനാ. നല്ല ഭക്ഷണം വേണോ, നല്ല പാനീയം വേണോ, ബന്ധുക്കളെ കാണണോ, നാട്ടുകാരൊക്കെ കാണണോ? വിയ്യൂർ സെൻട്രൽ ജയിലിലോ ന്യൂഡൽഹിയിലോ തീഹാറിലോ ഒരുവനെ തൂക്കുന്നതിന് മുമ്പ് വെള്ള ഉടുപ്പ്, വെള്ളമുണ്ട്, നല്ല കാപ്പി, ഭക്ഷണങ്ങൾ, അടപ്രഥമൻ, പായസമെല്ലാം കൊടുത്തുകൊണ്ട് അവൻ്റെ അന്ത്യാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ വയോധികനായ യോഹന്നാനോട് സംസാരിച്ചു. യോഹന്നാൻ പറഞ്ഞു, എനിക്ക് ഭാരമൊന്നുമില്ല. വയോധികൻ്റെ മുഖത്തൊരു ചെറിയ മന്ദസ്മിതം കാണുന്നു. അപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താ മരണം മുന്നിൽ കാണുമ്പോഴൊരു മന്ദസ്മിതം? വയോധികനായ യോഹന്നാൻ പറഞ്ഞു, എനിക്ക് ഭാരമില്ല. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ, യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ എവിടെയും ആക്രമിച്ചു യെരൂശലേം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒരുവൻ ബാബേലിനകത്ത് ദാനിയേൽ സൈനിക കോളേജിൽ, 3 കുഞ്ഞുങ്ങൾ കൊട്ടാരത്തിനകത്ത് പാദസേവകരായ ശദ്രക്, മേശക്, അബേദ്നെഗോ. അവർക്ക് വേണ്ടി ഒരു ശിക്ഷാവിധി കൊടുത്തു. ദുരാശു സമഭൂമിയിൽ ഒരു ബിംബം, അത് വണങ്ങാത്തവരെ 7 മടങ്ങ് തീക്ക് വേണ്ടി കൂട്ടുവാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കരമുയർത്തി. അമ്മാമച്ചായ കേട്ടാട്ടെ, അവർ പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. ഇന്ന് രാത്രി ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം. അഡ്വാൻസായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നീ കരമുയർത്തുമ്പോൾ നിനക്ക് വേണ്ടി ദൂതൻ ഇറക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി 4ാമതല്ല, അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി, ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ഉയർത്തും. കരമുയർത്തുന്നവർക്ക്, എൻ്റെ കൊച്ചിനെ കെട്ടിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഉയർത്തും. ആര്യനാട് എനിക്ക് നല്ല വീട് തന്നാലും ഇല്ലെങ്കിലും ഈ കർത്താവിനെ ഞാൻ ഉയർത്തും. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ഇന്ന് രാത്രി ദുരാശു സമഭൂമിയിൽ ഇറങ്ങിയ ദൈവകരം ഇറങ്ങി വരും. വചനം മനസ്സിലാകുന്നവർക്ക് അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. കൈകാലുകൾ ബന്ധിച്ചു, കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കുട്ടകത്തിനകത്ത് വലിച്ചിട്ടു. More students here, the words is saving and remain that words. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാവോ? ഈ എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പഴുക്കുമെന്ന. അതിനകത്തൊരു വ്യക്തി കിടന്നാൽ 9 മിനിറ്റ് കൊണ്ട് പൊള്ളലേറ്റ് മരിക്കാം. മൂക്കിൽ കൂടി ഇറങ്ങിയാൽ ശ്വാസകോശം ഫെയിലുവർ, കയ്യിലായി കഴിഞ്ഞാൽ ഞരമ്പുകൾ പൊട്ടും, ചൂടുകൊണ്ട് രക്തം ഊട്ടി ഇറങ്ങി വരും, മരിക്കും. ഇത് കാണാൻ പടയാളികൾ കാത്തു നിൽക്കുക. 9 മിനിറ്റ് മതി ഒരു തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടാൽ ഫ്രൈ ആയി വരുന്നപോലെ അതിനകത്ത് ഒടിഞ്ഞു മടങ്ങുമെന്ന. ചില നിമിഷങ്ങൾ കഴിഞ്ഞു, 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു തല ഉയർന്നു വരുന്നു. യോഹന്നാന്റെ തല. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കൈ പുതയ്ക്കാൻ വല്ലതുകൊണ്ടോ, നല്ല തണുപ്പുണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവ, ഹല്ലേലൂയ, ഏത് സർജിക്കറി റൂമിൽ കിടന്നാലും ദൈവം പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തമുള്ളവൻ ഏത് എണ്ണയുടെ കൂട്ടുകത്തിനകത്ത് കിടന്നാലും ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പച്ച അമ്മച്ചി ചോദിക്കും, പാസ്റ്ററെ, ദൈവദാസനെ ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും വയോധികൻ മരിച്ചില്ല. തീർന്നില്ല. ശരീരത്തിനകത്ത് എണ്ണ കയറിയിട്ടും മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? ഇന്ന് വിശ്വസ്തതയുടെ വെള്ളിയാഴ്ച രാത്രി പറയണം, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, എണ്ണയ്ക്ക് നല്ല തണുപ്പുണ്ട്. പക്ഷെ അവനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം ഇതുവരെ നടന്നിട്ടുള്ള വിശുദ്ധ വെളി പുസ്തകം. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നടന്നു പോയാലും അവനെ കരം പിടിച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമിറങ്ങി വരും. കമോൺ, യേശുവിന്റെ നാമത്തിൽ നിന്റെ പതനം കാണുവാൻ ദുഷ്ടപിശാചി കാത്തു നിൽക്കുക. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ദുഷ്ടപിശാചി കാത്തു നിൽക്കുക. എന്നാൽ അതിന്റെ നടുവിൽ വയോധികനായ യോഹന്നാനെ ഉയർത്തിയതുപോലെ കരമുയർത്തുന്നവർക്ക് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല പോലെ തന്നെ ഉയർത്തുക. ഇന്ന് രാത്രി അഭിഷേകത്തോടെ അമ്മാമെ കരമുയർത്തിയാട്ട്, അച്ചായ കരമുയർത്തിയാട്ട്. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആര്യനാട് കരമുയർത്തുന്നവർക്ക്, ആരൊക്കെ നിന്നെ വെട്ടിയാലും, ആരൊക്കെ നിന്നെ തട്ടിയാലും, നിന്റെ കുറ്റി കെട്ടുപോയാലും, നിന്റെ മുള താഴെ വീണ് പോയാലും ഇനി വരത്തില്ലെന്ന് മന്ത്രവാദി തന്ത്രവാദി എഴുതിയാലും, നീ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുറ്റിക്കകത്തുനിന്ന് മുളകളെ പൊട്ടിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രത്യാശയുള്ളവന്റെ കമ്പുകളെ പൊട്ടിക്കിളിർപ്പിക്കുക. പ്രത്യാശയുള്ള കുടുംബത്തിനകത്ത് നന്മകളെ തരുക. നീ എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം പറയുന്ന സ്ഥാനത്ത് കണ്ണുനീരിന്റെ ഗന്ധത്തിനകത്ത് മുളകളെ പൊട്ടിക്കുക.
പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവനെ ഏത് വെന്റിലേറ്ററിൽ നിന്ന് ഉയർത്തുക, പ്രാർത്ഥിക്കുന്നവനെ ഏത് സർജിക്കൽ റൂമിൽ നിന്ന് ഉയർത്തുക, പ്രാർത്ഥിക്കുന്നവനെ ഏത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉയർത്തുക. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് കഴിയും. മലകൾ ഇടിയട്ടെ, കുന്നുകൾ തകരട്ടെ, എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി കൂടെയുണ്ട്. എന്താ ഇന്നലെ രാത്രി ഞാൻ ദാവീദിന്റെ പ്രോമിസ് പറഞ്ഞു. പ്രോമിസ് ഉള്ളവരെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ കണ്ണുനീരിന്റെ മറുപടി കമോൺ ദ സെക്കൻഡ് ഡേ ഓഫ് ദ ആനുവൽ കൺവെൻഷൻ 39 ഇൻ ദ ഗ്രൗണ്ട് ഓഫ് ആര്യനാട് യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തമുള്ളവൻ എവിടെ കടന്നാലും അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കൽദയ പട്ടണത്തിൽ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ ഒരുവനുണ്ടായിരുന്നു. അബ്രഹാമിനെ സ്വർഗം വിളിച്ചു. തേരകിന്റെ മകനായി നദിക്കരയിൽ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം ഭൂമിയിലെ പൊടി പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അനുഗ്രഹിക്കപ്പെടുക. 1498 കിലോമീറ്റർ എന്നത്തെ ബാഗ്ദാദും ഇസ്രയേൽ. അബ്രഹാം ആ കനാനിൽ വന്നത്. വിളി കേൾക്കാത്ത ഒരുവന് ജീപ്പിനകത്തുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ലോത്ത്. ആടുമാടുകൾ വീടുകളെല്ലാം വന്നു. കേട്ടാട്ടെ, ഇപ്പം സമ്പത്തുമൊക്കെയായി. സ്തോത്രം. ആ സമയത്ത് നല്ല ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ദൈവദാസന്മാർ പറഞ്ഞ എന്താണെന്നറിയാമോ? നല്ല കാര്യം. അതിനു മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അബ്രഹാമും നമ്മുടെ ലോത്തും കനാനി വന്നതിന് ശേഷം 2 അമ്മാമ്മമാർ വന്നായിരുന്നു. ഒരമ്മാമ്മയുടെ പേര് സാറാ മാമ, അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സാറാ ആൻറ്റി. ലോത്തിൻ്റെ അമ്മാമ്മയുടെ പേര് ബൈബിളിലുമില്ല, ഗൂഗിളിലുമില്ല. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവൾ ആരാധനയ്ക്കും വരത്തില്ല, ആര്യനാട് കൺവെൻഷനും വരത്തില്ല, കുറ്റിച്ചലും വരത്തില്ല. വിവരാവകാശ പ്രകാരം ബാങ്കിലെ രേഖകളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ കൊടി കുത്തിയത് CITU INTUC അല്ല, അബ്രഹാമിൻ്റെ വീട്ടുപാതക്ക് കൊടി കുത്തിയത് ലോത്തിൻ്റെ ഭാര്യ. മനസ്സിലാകുന്ന സ്വോത്രം. ഞങ്ങൾക്ക് വീതം വേണം. ഇതെല്ലാം ബൈബിളിൽ നിന്ന് വരുന്നതാണ്. ആദ്യത്തെ കൊടികുത്ത്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടതാ, എൻ്റെ കൂടെ ജീപ്പിൻ്റെ പുറകെ കയറിയതാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അബ്രഹാം വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. അവിടെ 4 പാർട്ടിക്കാരുണ്ട്. അത് കനാന്യർ, പെരിസ്യർ, യെബൂസ്യർ. അവർ കണ്ടിട്ട് അവസാനം ലോത്തിനോട് ചോദിച്ചു, എവിടെയൊക്കെ വേണം? ലോത്ത് പറഞ്ഞ് നെടുമങ്ങാടും വേണം, കാട്ടാക്കടയും വേണം, വെള്ളറുടെയും വേണം, നെയ്യാറ്റിങ്കരയും വേണം. സന്തോഷമില്ലല്ലോ. സോദോം ഗോമറ മുഴുവൻ അവൻ്റെ കയ്യിൽ. അവരാച്ചൻ എവിടെ കിട്ടിയെന്നറിയാമോ? കോട്ടൂർ. സന്തോഷമില്ലല്ലോ. മലയാ കിട്ടിയത്. അതിൻ്റെ പേര് മമ്രയുടെ തോപ്പ്. അവിടെ KSRTC ചെല്ലത്തില്ല, വണ്ടിയും ചെല്ലത്തില്ല. അങ്ങനെ അബ്രഹാമിൻ്റെ വീട്ടിൽ 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, ഒരു കരുവേലകം ഉണ്ടായിരുന്നു. കരുവേലകത്തിൻ്റെ പ്രത്യേകത വന്നാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കട്ടൻ വെള്ളം കൊടുക്കും. 2, യാഗപീഠം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. പഴയ നിയമത്തിലെ പിതാക്കന്മാർ ഇസ്രായേലിനോടുള്ള ചരിത്രം പഠിക്കുമ്പോൾ അവരോട് വെള്ളം കിട്ടിയാൽ ശലോ, ഒരു ഉടുപ്പിട്ടാലും ശലോ, ഒരാഹാരം കഴിച്ചാൽ ശലോ, ദൈവത്തിന് സമാധാനമല്ലേ, സന്തോഷം പറയും. അതായിരുന്നു അവൻ്റെ യാഗപീഠം. ഇന്ന് എവിടെ കരുവേലകം? നമ്മുടെ വീട്ടിലെങ്ങാണ്ട് എവിടെ കരുവേലകം കൊണ്ട് വരുന്നവന് പച്ചവെള്ളം കൊടുക്കുമോ? അത് മാത്രമല്ല, യാഗപീഠം വല്ലോടത്തുകൊണ്ടോ? കുടുംബ പ്രാർത്ഥന എല്ലാം തീർന്നില്ലയോ? ഇന്നൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കടുപ്പിച്ചേക്കാം. പണ്ടെല്ലായിടത്ത് ഓലയിലും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാവരും പാട്ട് പാടി പ്രാർത്ഥിച്ച് ആ നല്ല വീട് കിട്ടി. ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊപ്പർവാലാക്കോ ദുവാക്കിയ നമുക്ക് കച്ചാ ഗർമില്ല 4 കമരാകെ 4 മുറിയും കിട്ടി. സന്തോഷമില്ലല്ലോ. 1800 സ്ക്വയർ ഫീറ്റ് വീട്. 1 रूम में बाबा, 1 रूम में मादा, 1 रूम में 1 बच्चा, अदर दूसरा रूम में दूसरा बच्चा. നാം 2, നമുക്ക് 2. സന്തോഷമില്ലല്ലോ. അപ്പൻ ഒരു മുറി, അമ്മ ഒരു മുറി, കഴിഞ്ഞ് ഓരോ മുറി 4. അവരിങ്ങനെ മൊബൈലിൽ കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുക. കുടുംബ പ്രാർത്ഥന വല്ലതും മമ്മി അടുക്കളയിലെല്ലാം ശരിയാക്കിയിട്ട് കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, ചപ്പാത്തിയും വെജിറ്റബിൾ കറി ശരിയായിട്ടുണ്ട്, കഴിക്കാം. സന്തോഷമില്ലല്ലോ. അത് വാട്സപ്പിനകത്ത്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. എവിടം വരെ കുടുംബപ്രാർത്ഥന ഒറ്റ സ്ഥലത്തുമില്ലാതെ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള ഏറ്റവും അവസാനത്തത് കുടുംബത്തിലെ പ്രാർത്ഥനയാണ്. കരമുയർത്തുന്നവർക്കായി 2 പേരെ ഉണ്ടെങ്കിലും, അച്ചായ അമ്മാമയെ കാലുവേദന ഉണ്ടെങ്കിലും കൈവേദന ഉണ്ടെങ്കിലും, താഴെ ഇരുന്നില്ലേലും ശോഭയ്ക്കകത്തിരുന്നെങ്കിലും ഒരു വാക്ക് പാടി, ഒരു പാട്ട് പാടി, ഒരു വരി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ആത്മാവിൽ ഒരു ദൂത് പറയാം. മിസ്രൈമിൻ്റെ പാളയത്തിനകത്തെ കടക്കുക. ഈ മിസ്രൈമാർ നല്ല തീയും കൂടി അൽപകാമം കൂടി മന്ദികത്തിരിക്കുക. പക്ഷെ ഇസ്രായേലിന്റെ പാളയത്തിലുണ്ടായിരുന്നു കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞേറിയ രക്തം. കരമുയർത്തുന്നവർ സംഘാരം രാത്രി കയറി വരുന്നു. ഫറവോന്റെ കൊട്ടാരം മുതൽ ആദിജാതൻ പാർത്ത കുണ്ട്ര വരെ കുണ്ട്രയിൽ വരെ സംസ്കാരം നടക്കുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ പാർത്ത ഒരിടത്ത് സംഹാരകൻ കയറിയില്ല. കരമുയരുന്നില്ലല്ലോ. കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രാത്രിയിൽ 108 ആംബുലൻസ് നിന്റെ വീട്ടിൽ വരാൻ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്ക് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പാടാ, രാത്രിയിൽ ഞങ്ങളെ കരുതിയ ദൈവം രാവിലെ ഞങ്ങളെ
എഴുന്നേൽപ്പിച്ച ദൈവം. അതുകൊണ്ട് അച്ചായനും അമ്മയും പാടും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് സ്വത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മധ്യാഹ്നത്തിനകത്ത് ആര് വന്നു? ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അബ്രഹാം അവരെ കണ്ട ഉടനെ ബ്രദേഴ്സ് അല്ലെ ദൈവദാസന്മാരെ ഇരുന്നാട്ട് ഓരോ ഗ്ലാസ് വെള്ളം മിനറൽ വാട്ടർ കൊടുത്തു കാണും. ഉടനെ സാറെ വിളിച്ചു, സാറാ ഇവിടെ എന്തുകൊണ്ട്? സാറാ പറഞ്ഞു, 3 ഇടങ്ങഴി മാവുണ്ട്. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ആരാ? സ്വത്രം. കാട്ടാക്കട വിസ്മയ അല്ല, സന്തോഷമില്ലല്ലോ. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സാറാമ്മച്ചി. നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചാപ്പിടുന്ന കുബൂസ് ഇപ്പോൾ കുറ്റിച്ചൽ പോയാലും കിട്ടും, 40 രൂപ കൊടുത്താൽ മതി. സ്വത്രം. അബ്രഹാം എന്തോ ചെയ്തു? തൊഴുത്തിനകത്ത് പോയി നല്ലൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തു. പടപട മട്ടൻ കറിയും കുബൂസും ഉണ്ടാക്കി. ആരാ? അബ്രഹാം. അപ്പോൾ അത് ആദ്യത്തെ പാസ്റ്റർ ഉണ്ടാക്കിയത് ആരാ? കാട്ടാക്കട വിസ്മയല്ല, നെയ്യാറ്റിക്കര വിസ്മയവുമല്ല. മനസ്സിലാകുന്നവർക്ക് ആദ്യത്തെ പാസ്റ്റർ ഉണ്ട് അവറാച്ചാന് സാറാമാവ്. രണ്ടുപേരും നല്ല ഭക്ഷണം കൊടുത്ത് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നോക്കിയപ്പോൾ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ എന്തുകൊണ്ട് അവറാച്ച വിശേഷം? അവറാച്ചാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്? കേരള ലോട്ടറി, പെരിയാർ ലോട്ടറി, വിഷു ബമ്പർ, എനിക്ക് വീട് കിട്ടും, കാറ് കിട്ടും, മക്കളെ തെക്കേ അമേരിക്കയിൽ അയക്കുമെന്നു. സന്തോഷമില്ലല്ലോ, സ്വത്രം. അപ്പം ദൈവദാസി ഇറങ്ങി വന്നു. സാറാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞ? SAT-ലൊക്കെ മാഡം പറഞ്ഞു ഇനി കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്വത്രം. ക്രെഡൻഷ്യൽ ശാന്തമ്മ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, കർവാപ്പസി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. MRI എടുത്തുകൊണ്ടിരിക്കുക. സ്വത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ അബ്രഹാമിനോട് സാറേനും പറഞ്ഞു, നെടുമങ്ങാട് പുതിയതായിട്ട് ഒരു റിലയൻസ് വന്നിട്ടുണ്ട്, ഇന്ന് വൈകിട്ടായി. നാളെ പോയി ആട്ടോയ്ക്കകത്ത് ഒരു തൊട്ടി മേടിക്കണം, 3 കിലുക്കും മേടിക്കണം. മനസ്സിലാകുന്നവർക്കായി സാറ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് മറഞ്ഞു ചിരിച്ചു. ഇന്ന് രാത്രി യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? വചനം ഏറ്റെടുക്കുന്നവർക്കായി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ. അമ്മാമേ അച്ചായ അബ്രഹാമിൻ്റെ വയസ്സ് എത്ര? 99 വയസ്സ്. നാടൻ ഭാഷ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. സാറയുടെ ഗർഭപാത്രം മുഴുവൻ ട്യൂമറൊക്കെ ആയിപ്പോയി, ഫലോപ്യൻ നാളികളൊക്കെ ചുരുങ്ങിപ്പോയി, ഇനി മക്കളുണ്ടാകത്തില്ലെന്ന് ലോകം എഴുതി. എന്നാൽ ദൈവത്തിന്റെ വചനം ഇറങ്ങിയപ്പോൾ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് കമ്മിങ് യേശുവിന്റെ നാമത്തിൽ കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ അസ്ഥികളെ ചലിപ്പിക്കുവാൻ, നിന്റെ ഞരമ്പുകളെ ചലിപ്പിക്കുവാൻ, നിന്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകളെ കരിക്കുക. ഒരു റേഡിയേഷന്റെ ആവശ്യമില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പ്രായം എത്ര പോയാലും, സമയം എത്ര പോയാലും, ആശുപത്രികൾ നിനക്കെതിരെ തള്ളിയാലും നിന്റെ കണ്ണുനീരിന് മറുപടി തരുക. അബ്രഹാമിന് വേണ്ടി മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സന്തോഷമില്ലല്ലോ. കത്തി തൊടാതെ ഡോക്ടർമാർ മാറും, ആശുപത്രിക്കാർ മാറും, മെഡിക്കൽ റിപ്പോർട്ട് മാറും. എന്നാൽ ഇന്ന് രാത്രി മാറാത്തവന്റെ കരം നിന്റെ കുടിലിനകത്തിറങ്ങിയാൽ ആരേറ്റെടുക്കും? ലോകം പറയും ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. ചെറുപ്പക്കാരി ഇന്ന് രാത്രി കരമുയർത്ത്. ഇന്ന് രാത്രി ഇമ്പോസിബിൾ അല്ല, കരമുയർത്തി പറയണ എല്ലാം പോസിബിൾ. എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരും കേൾക്കണം, എനിക്കിന്നും മറക്കാൻ പറ്റത്തില്ല. 2014 തിരുവനന്തപുരം വെള്ളറട 5 മരങ്കാല CSI സഭാദിനം 1000 പേരുള്ളതാ. അന്ന് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പരിചയമുള്ള സ്റ്റാൻലി ദേവനേശ സാറാ എന്നെ 5 മരങ്കാലിൽ CSIയുടെ ഡിസ്ട്രിക്റ്റിന് കൊണ്ടുവന്നത്. ഭയങ്കര കൺവെൻഷൻ, ആയിരക്കണക്കിന് പേര് കൂടുന്ന കൺവെൻഷൻ. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം രാത്രി ശാലേം രാജൻ വരുന്നൊരു തുണികൾ, ഒരു 15 അച്ഛന്മാരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ സ്റ്റേജിനകത്ത് ആത്മാർത്ഥമായിട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അനേകം പേർക്ക് മക്കളില്ല, നമുക്കൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. ഞാൻ പറയാം, അച്ഛൻ അത് വളരെ നല്ല കാര്യമാണ്. മനസ്സിലാകുന്നവർക്ക് അന്ന് രാത്രി യോഗത്തിനകത്ത് ഞാൻ നല്ലതുപോലെ മുട്ടുമടക്കി. അച്ഛന്മാർ, പാവപ്പെട്ട വൈദികരും എൻ്റെ കൂടെ മുട്ടുമടക്കി. മക്കളില്ലാത്തവരെ മുമ്പോട്ട് വിളിച്ചു. നല്ലതുപോലെ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു, കൺവെൻഷൻ കഴിഞ്ഞു. വെളുപ്പിന് 4:40 വെള്ളറടയിൽ നിന്നുള്ള തിരുവനന്തപുരം പാസ്റ്ററിൽ ഞാൻ യാത്രയായി. അതിനുശേഷം പിന്നെ ആറാട്ടുകൂടി CSIയിലാണ് പോകുന്നത്. 6 മാസം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വരുന്നത് വലിയ വഴി, തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പൂരിനകത്ത് വലിയ വഴിയിൽ, അവിടെ വീട്ടുമുറ്റത്തും CSIയായിട്ട് ബന്ധപ്പെട്ടൊരു കൺവെൻഷൻ നടക്കിയ. സ്തോത്രം. ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി ഒരു കുഞ്ഞുമായിട്ട് വന്നു. സ്തോത്രം. അവരെന്നോട് ചോദിച്ചു, പാസ്റ്റർ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, ഞാൻ എവിടെല്ലാം പോകുന്നത് എത്ര പേര് ഓർക്കാനാ. ഞങ്ങൾ 5 മരങ്കാല CSI പള്ളിയിൽ നിന്നാണ് വരുന്നത്. ആ കൺവെൻഷനകത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 11 വർഷം മക്കളില്ലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവകരം ഇറങ്ങി. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാണ് സ്വർഗത്തിലെ ദൈവം. സംശയം ഉണ്ടെങ്കിൽ 5 മരങ്കാല CSI ചെന്ന് ചോദിച്ചാൽ മതി. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ നാൽമാർത്തയോടെ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഞങ്ങൾ തൊട്ട്. ഇന്ന് രാത്രി 5 മരങ്കാല മാത്രമല്ല, ആര്യനാട് നിന്നെ തൊടുവാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നിട്ടുണ്ട്. 99 വയസ്സുള്ള അബ്രഹാമിൻ്റെ അസ്ഥികൾ ചലിച്ചെങ്കിൽ, 89 വയസ്സുള്ള സാറയുടെ ഉദരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങളുടെ യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ജീസസ് ഈസ് അലൈവ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ
കാണും കിട്ടോ. എന്താ? ചിരിയുടെ സന്തതി സഖാക്ക്. അവിടെ കൊണ്ട് ആരംഭിക്കുക, അവസാനിക്കുന്നില്ല. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഒരപ്പച്ചനും അമ്മച്ചി എന്താ കൊടുത്തത്? ഒരു നേരത്തെ വെള്ളം, ഒരു നേരത്തെ മട്ടൻ കറി, ഒരു നേരത്തെ കുബോസ്. പാസ്റ്റർമാർ മറക്കും, സെൻറ്ററുകാർ മറക്കും, കേന്ദ്രക്കാർ മറക്കും, കമ്മിറ്റിക്കാർ മറക്കും. അമ്മാമ്മ മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉണ്ട്. ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാറ്, അവരുടെ നിലവിളി ഞാൻ കേട്ടു, കഷ്ടത ഞാൻ കണ്ടു. പട്ടിണി മൂലം ആരും മരിച്ചില്ല. എൻ്റെ ദൈവം ആര്? കേട്ടാട്ട് മാറയെ പിളർന്ന് മധുരജലത്തെ കൊടുത്തു കരമുയർത്തുന്നവർക്കായി. 2, ഇവിടെ ആര്യനാട്ടൊരു അമ്മാമ്മ ബന്ധുക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ 3 പറമ്പോടണം, ബേ 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 ബേ. പക്ഷേ ഇസ്രായേൽ ജനം രാവിലെ വാതിൽ തുറക്കുമ്പോൾ ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ ആട്ടുകിലോ മുറുകി ബാർ കടാകെ പക്കടോ കാടപ്പക്ഷി കിടന്നു. സ്വോത്രം. 3-മത്തത് ആകാശത്തിൻ്റെ വിധാനങ്ങളെ തുറന്ന് മന്നായ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. അമ്മയും ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾ കൊടുത്തപ്പോൾ 400-ൽ പരം സംവത്സരം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആകാശത്തിന്റെ വിധാനങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിൽ. അതുകൊണ്ട് 39-ാമത് കൺവെൻഷൻ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കരമുയർത്തുന്ന നീ കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത, ദൈവസഭയ്ക്ക് ഒരു ചാക്ക് സിമെന്റ് കൊടുത്ത, നാട്ടുകാരും വീട്ടുകാരും മറക്കും. എന്നാൽ മറക്കാത്ത ഒരു ഇസ്രായേലിന്റെ പാളയത്തിൽ മാത്രമല്ല ഭരണത്തിലും അവന്റെ കരം ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ചില അത്ഭുത രോഗശാന്തിയുടെ കരം ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഡോക്ടറിന്റെ റിപ്പോർട്ടുകൾ മാറും. ഈ ഗ്രൗണ്ടിനകത്ത് നീ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിന്റെ ചലിപ്പിക്കാത്ത ഓർഗനെ ചലിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലെ അന്യായ മുഴകളെ കത്തിച്ചു കളയുക. അട്ടകാരകത ബൗഡാരീക ഷാറയുടെ ഉദരത്തിനകത്ത് വചനമിറങ്ങിയപ്പോൾ ഒരു ചേഞ്ച് നടന്നതുപോലെ. കമോൺ, ആരിന്ന് രാത്രി കരമുയർത്ത്. Something is happened in this moment. The precious moment, the mighty presence of Holy Spirit surrounded. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ യൂട്രസിനകത്തുള്ള ഹല്ലേലൂയ എല്ലാ അന്യായ മുഴകളും എൻഡോമെട്രിസിസുകളും ഇന്ന് രാത്രി ഫലോപ്പിയൻ ടെസ്റ്റുകൾ മാറി പുതിയൊരു വഴി തുറക്കുക. മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന കരം ഈ രാത്രി എന്നെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവദാസന്റെ കരം തൊടണ്ട, ഒരു അഭിഷിക്തന്റെ കരം തൊടണ്ട. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം. Come on, the ladder of the heaven is coming in this moment. യേശുവിന്റെ നാമത്തിൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇറാഖില പറഞ്ഞത് കിട്ടിയത് കനാനിൽ. കരമുയർത്തുന്നവർക്കായി. ആര്യനാട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതറ്റത്ത് ചെന്നാലും നിന്നെ മാനിക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ആകാശം മാറും, ഭൂമിയും മാറും, എന്നാൽ മാറാത്തതൊന്ന് ദൈവത്തിൻ്റെ വചനം. അവസാനമായി യോഗനാട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നാട് കടത്തുന്നു. എവിടത്തേക്ക്? ഗ്രീസ്. അവിടെ ഏതൻസ് ഒളിമ്പിക്സ് 60 മൈൽ നീളത്തിൽ പത്മോസ് തേംസ് നദി. അത് കഴിഞ്ഞിട്ട് 16 നീളം 10 വീതി പത്മോസ് ദ്വീപ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. യോധികനെ നാട് കടത്തി 5 കാഴ്ച. ആകാശമുട്ട കരിമ്പന്, പച്ച മനുഷ്യന് കൊത്തി തിന്മാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷം തരുന്ന പരുന്തുകൾ, തനിക്ക് മുമ്പേ വന്നവരുടെ തലയൂട്ടിയുടെ ദുർഗന്ധ പാറക്കൂട്ട്. അവിടെ ഡ്രമ്മ അതുപോലെ തന്നെ കീബോർഡോ ഒന്നുമില്ല. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി കരമുയർത്തുന്നവർക്കായി. കാൽവരി ദർശനം കണ്ടവർ സഭയിലല്ല, വീട്ടിൽ മുട്ടുമടക്കിയാലും ദൈവകരം ഇറങ്ങി വരും. ഇന്ന് രാത്രി ഒരു ദൂതൂടെ പറഞ്ഞ് പ്രവേശിക്കാം. എന്താ എന്ന് നമ്മുടെ പഴയ പുൽപ്പ അതെല്ലാം നാക്രിക്കാരന് കൊടുത്തു കാണും. സന്തോഷമില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ദൈവവിശ്വാസികൾ രാജാനൊക്കെ വിട്ടിരിക്കുന്നു. പ്രശ്നം വരുമ്പോൾ ഒറ്റ പരിപാടിയാ, പുൽപ്പായ്ക്കകത്ത് മുട്ടുമടക്കും. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് തിരുവനന്തപുരം കള്ളപ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം, ആന വരുന്നു, കോഴി വരുന്നു എന്ന് പറയും. സ്വോത്രം, നീ ആദ്യ ഹൃദയം നുറുങ്ങി വന്ന് പ്രാർത്ഥിച്ചാട്ട് സ്വർഗത്തിൻ്റെ കോവണി. അമ്മാമേ, എന്നാ പായ്ക്കകത്ത് കണ്ണുനീര് വീഴുമ്പോൾ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ലൂസിൻ്റെ പട്ടണത്തിൽ യാക്കോബിന് വേണ്ടി ഒരു കോവണി ഇറങ്ങി. അതുപോലെ യോഹന്നാന് വേണ്ടി പത്മോസിന് ഒരു കോവണി ഇറങ്ങി. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചക്കുമതിച്ച ഗിദെയോന് വേണ്ടി ഒരു കോവണി ഇറങ്ങി. ഇന്ന് രാത്രി ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ നിന്ന് അവസാനമായി ശിംശോൻ നിലവിളിക്കുമ്പോൾ അവനെ കെട്ടിയ ചണനൂലുകളെ അറക്കുവാൻ സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി. കരമുയർത്തുന്നവർക്കായി ലാസ്റ്റ് മോമെന്റിലും നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. വചനം ഏറ്റെടുക്കുന്നവർക്കായി സ്വർഗം തുറക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഘോരഘോരം അവരിലേക്ക് നോക്കിയവർ ആര്യനാട് പ്രകാശിതരായി കുറ്റിച്ചെല്ല അവരുടെ മകൻ ലജ്ജിച്ചു പോയതുമില്ല. പുളിമോട്ടിൽ എളിയവർ നിലവിളിച്ചു. ഇന്ന് രാത്രി ഉടമലക്കലിൽ അവരുടെ മുഖം പ്രകാശിപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടിയ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. കാൽവറിയിൽ 186 മുള്ളുള്ള കിരീടം 39 അടി. പെരിട്ടോണീസിന്റെ ചട്ടവാറിൽ വിരൂപമാക്കപ്പെട്ട യേശുവിന്റെ പൊന്മുഖം കണ്ട് യോഹന്നാൻ മുട്ടുമടക്കി. അവന്റെ തലമേൽ കരമാദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ. ഭയപ്പെടേണ്ട,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം, ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്ന് എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ, മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകം മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. എപ്പോക്കാലും ശങ്കപീഠത്തിന് പിൻപിൽ യുഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 ദാ കുഞ്ഞു വായിച്ചു, സഭ ഇവിടില്ല. ആഫ്റ്റർ ദ ഡിപ്പാർച്ചർ ഓഫ് ദ ചർച്ച്, അഥവാ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം എന്ത് നടക്കുക? അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക. മേലാൽ 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ യഹൂദന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 ലോകം ഒരുവന്റെ കയ്യിൽ, അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ഇനി വരുന്നു ബൈബിളിലേക്ക്. താഴ്മയോടെ എല്ലാവരും കേട്ടിരിക്കണം. നേരെ അമേരിക്കയിലേക്കും മൈക്രോചിപ്പിലേക്കുമാ ഇന്ന് രാത്രി. കേട്ടോ കേട്ടോ കേട്ടോ. ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 1 ദൂതന്മാരുടെ യുഗം. ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യനെയല്ല, അനാദി നിത്യതയിൽ, ആദിയിൽ വചനം, അനാദിയിൽ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാർ. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടണം. 3 പേരായിരുന്നു ദൂതന്മാരിൽ പ്രമുഖൻ. 1 വർഷിപ്പ് ലീഡർ, അവൻ്റെ പേരായിരുന്നു ഏതാണെന്നറിയാം? ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. അവൻ ആ തേജസ് നഷ്ടപ്പെട്ട സാത്താനായത് മനസ്സിലാകുന്നവർക്കായി. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റു വീണതെങ്ങനെ? അതാ അവൻ പറഞ്ഞു, ഞാൻ മേളിൽ കയറും, നിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കും. അങ്ങനെ ആ ദൂതൻ വെട്ടേറ്റ് വീണത്. അതുകൊണ്ട് പത്രോസ് ലീഗ ധന്യൻ ചൊല്ലി, പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസ്സിനകത്താക്കി ന്യായവിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ചർച്ചിനകത്ത് USA ഒരു പാട്ട് പാടും ഞാൻ പരമേശന് സദാ. അതിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതെ ഉള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതൻ പാതാളത്തിൽ കിടക്കുമ്പോൾ നിത്യരക്ഷയെപ്പറ്റി പറയുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതാ ദൂതന്മാരുടെ യുഗം. 1 ലൂസിഫർ. 2 ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, മീക്കായേൽ. അവനായിരുന്നു സ്വർഗീയ കമാൻഡർ. 3 നമുക്കിപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴി തരുന്നു അല്ലൊരു കൊറിയർ സർവീസുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ ഗബ്രിയേൽ മാലാഖ. അവനാ മറിയാമ്മച്ചിയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ ആ ദൂതൻ. രണ്ടാമത്തതാ ദൂതന്മാരുടെ യുഗം, നിൽക്കൽമഷയുഗം. ഏതനകത്ത് ആദം ഹവ്വ ദമ്പതികൾ തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം ഭക്ഷിക്കുന്ന നാളിൽ പുറത്താകും. അമ്മാമ കൊടുത്തു, അച്ചായനം കഴിച്ചു. രക്ഷയുടെ തേജസ്. 3 മനസ്സാക്ഷി യുഗം. 9 മാസവും 9 ദിവസവും 9 വിനാഴിക്ക് ഒരമ്മയുടെ ഉദരത്തിൽ നൊന്തു വളർന്ന 2 കുഞ്ഞുങ്ങൾ. കായിൻ ഹാബേൽ. കായിൻ ഹാബേൽ നിലത്തെ ആരാധനയ്ക്ക് വേണ്ടി. കായിൻ മേൽത്തര വിഭവങ്ങൾ. ഹാബേൽ ഒരു കുഞ്ഞാടിനെ കൊടുക്കുന്നു. യാഗത്തിൽ പ്രസാദിച്ച കായിൻ്റെ മുഖം ചൂടായി. സ്വന്തം സഹോദരനെ വെട്ടിക്കൊല്ലുന്നു. ആദ്യത്തെ കുവൈറ്റും ഇറാഖുമല്ല, സ്വന്തം സഹോദരനെ വെട്ടുന്നു. മനസാക്ഷി. 4 ന്യായപ്രമാണ യുഗം. ഇസ്രായേൽ മക്കളുടെ പാളയത്തിനകത്ത് വിശുദ്ധിയുടെ ജീവിതം തകർന്നപ്പോൾ മോശെ വിളിക്കുന്നു. സീനായുടെ മടിത്തട്ടിൽ 780 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, കൽപ്പനകൾ വലിച്ചെറിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി സ്നാപക യോഹന്നാൻ വരുന്നു. സ്നാപക യോഹന്നാൻ യേശുവുമായി ചെലവഴിക്കുന്ന സങ്കലന യുഗം. ബൈബിളിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? സങ്കലന യുഗത്തിൽ യോഹന്നാൻ്റെ തല താലത്തിൽ ഇറക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിനൊരു മുഖ്യ കാരണം അതിൻ്റെ ഒരു ബൈബിൾ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ബൈബിളിനകത്ത് 66 പുസ്തകങ്ങൾ, 39 നിഴൽ, അത് കഴിഞ്ഞ് 40 മുതൽ പൊരുൾ. അങ്ങനെയെങ്കിൽ ബൈബിളിൽ മിനി ബൈബിളാ യെശയ്യാ പ്രവചനം. 39 സ്നാപക യോഹന്നാൻ നീതിയുടെ പ്രസംഗം നടത്തുമ്പോൾ വീണ്ടും അവൻ പറയുന്നു 40 പുതിയ നിയമത്തിൻ്റെ നിഴൽ ഇവിടെ ആരംഭിക്കുന്നു. കേട്ടോ, ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുകയും ദുർഘട പാതകൾ നിരപ്പാക്കുക, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുവേൻ. സ്തോത്രം. ദൈവദാസന്മാരെ, സർപ്പസന്തതികളെ നിന്നും വിളിക്കല്ലേ. മക്കളെ, കുഞ്ഞുങ്ങളെ നിന്നാണ് വിളിച്ചോണം. മതിയാടിപ്പോ, സന്തോഷമില്ലല്ലോ. യോഹന്നാൻ ഇണക്കിയ സർപ്പസന്തതികളെ നിന്നും വിളിക്കല്ലേ. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ്റെ തല താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിനറിയാം. മശിഹ കൂടെ വരുന്നു. മശിഹായുടെ ജനനം ബേത്ലഹേമിൽ. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേൽക്കുന്നു. 33 തിരുവയസ്സിൽ കാൽവറിയിൽ അവൻ പരമയാഗമാകുന്നു. അതിനുശേഷം ആ തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 4-ാം ദിവസം ഒലിവുമലയിൽ അവൻ നിൽക്കുമ്പോൾ ശിഷ്യന്മാരെ കരം വെച്ച് അനുഗ്രഹിച്ചു. ഒരു മേഘം താഴേക്ക് വന്നു. അവരവർ ആ മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകാൻ. കരമുയർത്തുന്നവർക്കായി സങ്കലന യുഗം. 6-ാം യുഗം ആ കൃപായുഗം. ഏതാ കൃപായുഗം? യേശു പോയി 40-ാം ദിവസം 10 ദിവസത്തെ വഴിദൂരം. സഹിയോൻ മാളിക മുറി. 107 വിശ്വാസ സമൂഹം. യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി സ്വത്രകാഴ്ച തട്ടിയ യൂദയ്ക്ക് പകരം മത്തിയാസ്. 120 പേർ മുട്ടുമടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. യോവേലിന്റെ പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ.
സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. ആ സമയത്ത് പെന്തക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർ അന്യഭാഷയിൽ ആരാധിച്ചു. പത്രോസിന്റെ പ്രസംഗം കേട്ടു. 3000 പേർ കുത്തുകൊണ്ടു. തീ ഇറങ്ങിയതല്ല, ഈ നാരിനാട് ഫയർ കയറല്ല ഇറങ്ങിയത്. പത്രോസിന്റെ പ്രസംഗം കേട്ടു കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, ഈ വക്രതയുള്ള കോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കണം. കരമുയർത്തുന്നവർക്ക് പത്രോസിന്റെ വാക്കുകൾ കേട്ട് അന്ന് 3000 പേർ ദൈവസഭയോട് ചേർന്നു. ആ സഭയെ ചേർക്കാനായി എൻ്റെ കാന്തൻ വരുന്നത്. ആ യുഗത്തിന്റെ പേര് കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ മകൻ വിറ്റോയോ, അതുകൊണ്ട് നമ്മുടെ സജിയും കൂടെ പരശുഖത്തിൽ ഇങ്ങനെ പാട്, കൃപായുഗം തീരാറായി കാന്തൻ വരാറായി. രാഴ്ച പറയും, മൈക്കെടുത്തിട്ട് പറയും, രക്ഷയുടെ ടിക്കറ്റ് തീരാറായി, ബോട്ടിന്റെ വാതിൽ അടയാറായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ ഒരു സംഭവം നടക്കും. 3-ാം ലോക മഹായുദ്ധമല്ല, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് ഓഫ് ഐസ് ദൈവസഭ എടുക്കപ്പെടുമോ ദൈവസഭ? അതുകൊണ്ടല്ലേ മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടുക. സമയമില്ലാത്തത് കൊണ്ടാ. കണ്ടില്ലേ, ഏലിയാവ് എങ്ങനെ പോയി? യോർദാന്റെ അക്കരെ ചെന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ഏലീശ ഉണ്ടായിരുന്നു. അപ്പൊ ഏലീശയ്ക്ക് പിടികിട്ടി അച്ചായനെ ഇന്ന് സ്വർഗം കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ? ഉടനെ ഏലീശ സ്വർഗം ചോദിച്ച് അച്ചായനെ കൊണ്ടുപോകുമ്പോൾ എന്തോ വേണം? ഞാനായിരുന്നെ പറഞ്ഞാൽ 40 സഭയും വേണം, ബൈബിൾ കോളേജും വേണം, അമേരിക്കയിലെ ബാങ്ക് അക്കൗണ്ട് നമ്പരും വേണം. ഇങ്ങനെയാ പറയുന്നത്. സന്തോഷമില്ലല്ലോ? ഏലീശ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു, അച്ഛൻ 40 വർക്കേ ആരംഭിച്ചോളൂ, എനിക്കൊരു 100 വർക്ക് ആരംഭിക്കണം. സന്തോഷമില്ലല്ലോ? അച്ഛൻ 500 പേരെ നെയ്യാറ് സ്നാനപ്പെടുത്തിയോളൂ, 1000 പേരെ എനിക്ക് സ്നാനപ്പെടുത്തുന്ന ഇരട്ടി പങ്ക്. അങ്ങനെ ില്ലയോ? ഏലിയാവിനെ എങ്ങനെ കൊണ്ടുപോയത്? എമിറേറ്റ്സ് വന്നോ? ഇന്ത്യൻ എയർലൈൻസ് വന്നോ? വന്ദേ ഭാരത് വന്നോ? ഇല്ല. മേഘത്തേരിൽ ഏലിയാവ് ചുഴലിക്കാലെടുക്കപ്പെട്ടു. എത്ര കാറ്റടിച്ചു? എത്ര കാറ്റുകൾ എന്നടിക്കുന്നു? റീത്ത, കത്രീന, ബിൽമ, ഗാർബി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഹാബുൾ, മേഘ, സാഗർ, ബുരേവി. കഴിഞ്ഞാഴ്ച പള്ളിയിലെ പയ്യന്റെ പേരും അടിച്ചു, ബിബിൻ ജോയ്. സന്തോഷമില്ലല്ലോ? രാഴ്ച കൺവെൻഷന്റെ പോസ്റ്റർ അടിച്ചപ്പോൾ വേറൊരു കാറ്റും അടിച്ചു, മോൻതാ. സന്തോഷമില്ലല്ലോ? ഇനി ഒരു കാറ്റൂടെ അടിക്കും, പപ്പത. അന്ന് ഗുണപ്പെട്ടവൻ പോകും. മനസ്സിലാകുന്നവർക്ക് ശ്രോത്ര. മോൻതാവരടിച്ച് ഇനി പപ്പത. അതാ മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. ആകാശത്ത് നിന്നൊരു മേഘം ഇറങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം. സമയമില്ല, ഒരു 4-5 ദിവസം നിന്ന് കഴിഞ്ഞാൽ നീർത്തങ്ങ് പറയാം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ ദൈവസഭ എടുക്കുക. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. ആരെ ചേർക്കാം? പെന്തിക്കോസ്തുകാരെ ചേർക്കാൻ, CSIക്കാരെ ചേർക്കാൻ, മർത്തോമക്കാരെ ചേർക്കാൻ, കത്തോലിക്കാരെ ചേർക്കാൻ. അതല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കരമുയർത്തുന്നവർക്കാൽ അവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാണ് ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം വിടുതലല്ല, കരിസ്മയല്ല, ഡോക്സയല്ല, കോക്സയല്ല, പയറല്ല, കയറല്ല, ഒന്നുമല്ല. സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പുളിമൂട് ഗ്രൗണ്ടിൽ പ്രസംഗിക്കുക. അതാകട്ടെ ഞങ്ങളുടെ സുവിശേഷം. സ്തോത്രം. രാത്രി അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരു ലോകമഹായുദ്ധം നടക്കും. അതാ 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുക. റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ സ്തോത്രം ദാണ്ട് കൊറിയയും കൂടെ ചേരുക. അമേരിക്കയെ തകർക്കാൻ ശ്രമിക്കുക. 3-ാം ലോകമഹായുദ്ധം വരാറായി. 3-ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ ഇന്നലെ കുഞ്ഞു വായിച്ചൊരുവൻ ഭരണത്തിൽ വരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 1-ാം ലോകമഹായുദ്ധം, ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. 2-ാം ലോകമഹായുദ്ധം വന്നു. ഇന്നുകൊണ്ട് യുണൈറ്റഡ് നേഷൻ, അന്തോണീസ് ഗുട്ടറാസ്. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ലോകത്തെ ഭരിക്കും, എതിർ ക്രിസ്തു. അവന് വേണ്ടിയ ലോകമെന്ന് കാതോർക്കുന്നു ആന്റി ക്രൈസ്റ്റ്. അങ്ങനെ വരുമെങ്കിൽ സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, ഇന്ന് കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിൽ. നമ്മൾ ഓരോ ദിനവും ഹോളി സ്പിരിറ്റിന്റെ പവർ. പിതാവിൻ്റെ സന്നിധിയിൽ വലത് ഭാഗത്ത് അവൻ പക്ഷപാതം ചെയ്യുന്നു, താതൻ സന്നിധിയിൽ നമുക്കായി സദാ പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സാത്താന് 3 ഘടകമുണ്ട്. ഇന്നലെ ഒരു മൃഗത്തെ പരിചയപ്പെടുത്തി. ഇന്ന് വരുന്നു രണ്ടാമതൊരുവൻ എഴുന്നേറ്റ് വരും. ഒരു കള്ളപ്രവാചകന്റെ മോഡലിൽ വരാൻ പോകുന്നു. കൈമേലും നെറ്റിമേലും മൈക്രോചിപ്പുമായി. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. 1-ാം മൃഗം സമുദ്രത്തിൽ, 2-ാം മൃഗം ഭൂമിയിൽ. വായിക്കാം മോനെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ നിന്നൊരു മൃഗം കയറുന്നത് കണ്ടു. അതാ ഏകലോക ഭരണാധികാരി. വായിക്കാം. അതിന് കുഞ്ഞാടിന് പോലെ 2 കൊമ്പുണ്ടായി. മക്കളെ, 2 കൊമ്പ്. 1 മതത്തിൽ അവൻ പിടിക്കും, 2 രാഷ്ട്രീയത്തിൽ പിടിക്കും. അപ്പൊ സ്വർഗം 1 പിതാവായ ദൈവം, 2 പുത്രനായ ക്രിസ്തു, 3 കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അങ്ങനെ എതിർ ക്രിസ്തു 3 മേഖലകളിലാണ്. 1 മൃഗം, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. ഇവർ ഒരു നാഴിക നേരം ഭരണത്തിൽ വരും. അതാ ദൈവസഭ എടുത്തപ്പെട്ടാൽ 4 യുഗമുണ്ട്. 1
ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് പാടും. അതൊക്കെ ആര്യനാട് കേട്ടിട്ട് എത്ര കാലമായി. പണ്ട് ആശാര്യം കണ്ട് പാടി, പുത്തനാം യെരൂശലേമിൽ എത്തുംകാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ കേരളം മാഞ്ഞു പോകുന്നേ. കുഞ്ഞമാമേ ചിന്നമാമേ ചേർന്ന് പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. രാജാ പാട്ടങ്ങാനും ഉണ്ടോ എന്ന് മനസ്സിലാകുന്നവർക്കായി അതാ 1000 ആണ്ട് നാം പ്രിയനോട് ില്ലാത്ത കയ്പില്ലാത്ത ദുഷ്ടതയില്ലാത്ത ലോകം. ഒന്നാമത്തെ ലോകത്തിന്റെ പേരാ പുരാതന ലോകം. അത് നോഹയുടെ കാലത്ത് പോയി. 2ാം ലോകമാ ഇന്നുള്ള. ഇതിന്റെ പേര് അയോണിന്റെ പ്രത്യേകത എന്തുവാ? ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. എന്നാൽ വരുവാനൊരു ലോകമുണ്ട്. അതാ വെളിപ്പാട് 21:1-2. നമുക്കതൊന്നും എടുക്കാൻ സമയമില്ല. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അതിന്റെ പ്രത്യേകത, അന്ന് റോസമാമ നോക്കിയാൽ മുള്ള് കാണത്തില്ല. ടെറസിനകത്ത് കഞ്ചാവ് വെച്ച് കഴിഞ്ഞാൽ തോമാച്ചനകത്ത് കഞ്ചാവ് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ആര്യനാട്ട് അവറാച്ചൻ തെങ്ങ കയറും, കള്ള് കൂമ്പിയെത്താൻ കിട്ടത്തില്ല. 4ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടുക്കി ചെന്ന് ചക്കക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കും. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതാ പുത്തനാം യെരൂശലേമിൽ എത്തുംകാലം ഓർക്കുമ്പോൾ, കഷ്ടതയില്ലാത്ത പട്ടിണിയില്ലാത്ത വൈരമില്ലാത്ത. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. പോകാം ആധാറിലേക്ക്. നേരെ പോകുന്ന എലോൺ മസ്കിലേക്ക്, ആ സാറ്റലൈറ്റ്. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വരുന്നു. സഞ്ചാർ സാത്തി ആപ്പ്. നിങ്ങളുടെ പേരിൽ വേറെ നമ്പർ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ആധാർ വഴി ആരെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ? വേറെ സിം കാർഡ് മോട്ടിച്ചിട്ടുണ്ടോ? എല്ലാ സാറ്റലൈറ്റ് വഴി സഞ്ചാർ സാത്തി. വായിക്കാം. വെളിപ്പാട് 13, 16, 17, 18. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. കിടക്കുന്ന മനുഷ്യരക്കത്തിൽ മോൻ ഓടിപ്പോരുത്. ഇതുപോലെ വായിച്ചു തരണം. ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ, നല്ല വഴി തരട്ടെ. ഇങ്ങനെ വായിക്കുന്നവരെ കർത്താവ് പടിപടിയായി ഉയർത്തട്ടെ. സ്തോത്രം. ഞങ്ങളുടെ പ്രസംഗർക്ക് മോനൊക്കെ ഒരു അനുകൂലമാകട്ടെ. ഇങ്ങനെ വായിച്ച്. അങ്ങനെയെങ്കിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ല വാങ്ങുവാനും കഴിയാതെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പറയും, എന്താ പറയുന്നത്? 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിലാക്കാൻ കൊണ്ടുവന്ന ആധാർ. കിടക്കുന്നു ആധാർ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കൻ ഐഡന്റിറ്റി, ഓസ്ട്രേലിയ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കിയുടെ കേട്ടാട്ടെ. എന്താ ആധാറിന് വേണ്ടി നിങ്ങൾ പോയപ്പോൾ 2 കാര്യം ചെയ്തു. 1, നിങ്ങളുടെ കണ്ണ്, സൂസമ്മ ചേച്ചി കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ. സ്വത്രം. 5 വിരൽ വെക്കൂ, 5 വിരൽ വെക്കൂ. ഓക്കെ പോകാം. അങ്ങനെയെങ്കിൽ കണ്ണ് കൊണ്ടുപോയെങ്കിൽ, നെറ്റി കൊണ്ടുപോയെങ്കിൽ വരാൻ പോകുന്നത് മൈക്രോ ചിപ്പിലേക്ക്. കൈയുടെ ഫിംഗർ പ്രിന്റ് എടുത്തെങ്കിൽ മൈക്രോ ചിപ്പ്. നമ്പർ 1. നമ്പർ 2, കോവിഡ് കാലം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നിങ്ങളുടെ കൈമേലും നെറ്റിമേലും ചൂട് നോക്കി. നിങ്ങൾ ചർച്ചിൽ പോയി, ആര്യനാട്ട് സപ്ലൈക്കോയിൽ പോയി, നെടുമങ്ങാട് നല്ല റിലയൻസിന്റെ മാർക്കറ്റിൽ പോയി. ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഇരിക്കുക, ഇൻഫ്രാറെഡ് ഹീറ്ററുമായിട്ട് കുനിയും. തലയിൽ കീ കൂക്കൂ. 98 കൂടുതലുണ്ട്, പുറത്തോട്ട് പോവാം. ഇല്ലെങ്കിൽ അകത്തോട്ട് പോവാ. 90 കഴിഞ്ഞാൽ പുറത്തോട്ട് പോവാ. അത് കാലയിലാണ് ചൂട് നോക്കിയ. 1 കൈ, 2 തല. ഇൻഫ്രാറെഡ് മീറ്റർ. ഇത് വരാൻ പോകുന്നത് മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ്. ഒന്നുകൂടെ 36,000 കോവിഡ് കേസ് കേരളത്തിൽ. അന്ന് സഹോദരി വീണ ജോർജ് ഒരു പത്രസമ്മേളനം നടത്തി. 2 ഡോസ് എടുത്തവർക്കേ സ്കൂളിൽ പോകാൻ പറ്റൂ, 2 ഡോസ് എടുത്തവർക്കേ വണ്ടി കയറാൻ പറ്റൂ, 2 ഡോസ് എടുത്തവർക്കേ വാക്സിൻ എടുക്കാൻ പറ്റൂ. സ്വത്രം. അവർ പറഞ്ഞത് തെറ്റാ. അതെന്താ സംഭവിച്ചെന്ന് പറയാം. വാക്സിൻ ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് ഇവിടെ ചെറുപ്പക്കാരിപ്പോൾ SATയിൽ നിങ്ങളുടെ ഭാര്യ ഒരു സർജറിക്ക് വിധേയനാക്കാൻ പോവുക. ആ സഹോദരിയെ സർജറിക്ക് വേണ്ടി ഉടനെ കൊണ്ടുപോവുക. ഉടനെ ഡോക്ടർ കത്തിയും കൊടുലും എടുത്ത് അനസ്തേഷ്യ കൊടുത്ത് മരവിപ്പിക്കില്ല. ഒന്നുകിൽ ആ പെൺകുട്ടിയെ കൊണ്ട് 3 പേപ്പറിനകത്ത് ഒപ്പിടിപ്പിക്കും, അല്ലെ ഭർത്താവിനെ കൊണ്ട് 3 പേപ്പറിൽ ഒപ്പിടിപ്പിച്ചതിന് ശേഷമേ സർജറിക്ക് വേണ്ടി വിധേയമാകത്തുള്ളൂ. ചില പ്രത്യേക മരുന്നുകൾ. RCCയിൽ പോകരുത്. ദൈവസമയത്ത് ദൈവം നിങ്ങളുടെ രോഗം മാറ്റട്ടെ. RCCയിൽ ചെന്ന് കീമോതെറാപ്പി എടുക്കുന്നതിന് മുമ്പിട്ട് രാഴ്ച അവർ പേപ്പറിനകത്ത് ഒപ്പിട്ട് മേടിക്കും. സ്വത്ര ഈ മരുന്നിന് റിയാക്ഷൻ ഉണ്ടെങ്കിൽ വരുന്നെങ്കിൽ. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ് വാക്സിൻ. അത് പറഞ്ഞത് വീണ ജോർജ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലതു ഭാഗത്ത് ഒരാളിരിപ്പുണ്ട്. ആനാവൂരുമല്ല, കടകംപള്ളി ചേട്ടനുമല്ല, ശിവൻകുട്ടി അണ്ണനുമല്ല, കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയോട്, സാറേ ചേച്ചി പറഞ്ഞത് ശരിയല്ല. വൈകിട്ട് മുഖ്യമന്ത്രി തോളെ ടവലിട്ട് പത്രസമ്മേളനം നടത്തി. ചൂട് നോക്കി ആർക്കും എവിടെയും പോകാം. മനസ്സിലാകുന്നവർക്കായി വാക്സിൻ
ആയുസിനല്ല. ഇതെല്ലാം അന്ത്യകാലം മൈക്രോ ചിപ്പ് വരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ 3 ഘടകം, പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ആധാർ എവിടം വരേക്ക് വന്നു? നീതി ആയോഗ്. അതിൻ്റെ അർത്ഥം ഒരു മന്ത്രാലയത്തിന് കീഴിൽ സകല മനുഷ്യരെ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരുന്നു. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം വരുന്നു. OTP, വൺ ടൈം പാസ്വേഡ്. വായിക്കാം അടുത്ത വാക്ക് എല്ലാവരും. ഇതാ OTP. വായിച്ചട്ടെ അടുത്ത വാക്ക് OTP. വായിച്ചട്ടെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അതൊരു മനുഷ്യന്റെ, അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര? ആ സംഖ്യ, അതിന്റെ സംഖ്യ 666. കിടക്കുന്ന 3 അക്കം. ഇതാ ഇന്ന് 6 അക്കമായിട്ട് വരുന്നത് പല OTP. ഇത് മാറാൻ പോകുന്നു. ഇത് 3 പേരുടെ നമ്പരാ. 1 എതിർ ക്രിസ്തു, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തുവായി പറയുന്നത്? സ്വോത്രം, നിങ്ങളുടെ കയ്യിലെല്ലാം ATM കാർഡ് ഇരിപ്പുണ്ട്. ചില കാര്യങ്ങൾ Paytm ചെയ്യും. നിങ്ങൾ വീട്ടിലിരുന്ന് ഗൂഗിൾ പേ അല്ലാത്ത പരിപാടി ചെയ്യുമ്പോൾ ATM വെച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കോളത്തിനകത്ത് എഴുതി വരും, അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യുക. കരമുയർത്തുന്നവർക്കായി അത് ടൈപ്പ് ചെയ്യാതെ ട്രാൻസാക്ഷൻ നടക്കത്തില്ല. ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് 3 or 4 അക്കം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നോ അല്ലെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. അങ്ങനെ ഒരു OTP ലോകരാജ്യങ്ങൾ മുഴുവൻ വരുന്നു. അതിനാസ്പദമായി പണ്ട് പറഞ്ഞാൽ കേൾക്കുക, ഇന്ന് വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ ആര്യനാട് ബൈക്കുമായിട്ട് എന്നാൽ ഒറിജിനൽ ഓണറും മൊബൈലുമായിട്ട് ചെല്ലാതെ വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പത്ത് ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി ഞെക്കുമ്പോൾ ഒരു OTP വരും. വേണ്ട, നമ്മുടെ ഉടമകളാക്കിയാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. സൂസമ്മാമ കേട്ടാട്ട് പണ്ട് രാവിലെ 10 മണിക്ക് ഡോക്ടർ വരുമ്പോൾ സൂസമ്മാമ അവിടെ ചെല്ലും. എവിടെ? പുഴമലക്കൽ ആരോഗ്യ കേന്ദ്രം. പേര് സൂസമ്മ, വയസ്സ് 56, വീട് പുത്തൻ വീട്, വാർഡ്. ഡോക്ടറെ കാണാം. അന്തകാലം മുടിഞ്ചാച്ച് ഇന്ന് 10 രൂപയായിട്ട് ചെല്ലുമ്പോൾ വാർഡിൽ ഇരിക്കുന്ന സിസ്റ്റർ പറയും, സൂസമ്മ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. കീ കൂക്കു OTP. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് അന്ത്യകാലം. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും? വഴിയാധാരമായ ആധാർ ഇവിടെ വരുമെന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. 6 കാര്യങ്ങൾ ആധാറിനോട്. 1 ആധാർ, 2 ATM കാർഡ് മൈക്രോ ചിപ്പ്, 3 ആനയുടെ വാല്, 4 പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്, 5 ദാ വന്നു കഴിഞ്ഞു കാറിനകത്ത് RFID, 6 ദാ വന്നു QR കോഡ്. ഇനി ഇത് കൈമേലും നെറ്റിമേലും. ഇവിടെ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും? വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കൈവിരൽ മുദ്രയിടുമോ? വഴിയാധാരമായി എന്തിനൊന്ന് മുദ്രയിട്ടല്ല പറ്റൂ. അങ്ങനെയെങ്കിൽ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, കൈ മുദ്രയിടണം. വായിക്കാം പുസ്തകം 37. കേൾക്കണത് അന്ത്യകാല സംഭവം. ഇയ്യോബിന്റെ പുസ്തകം 37:7. മനുഷ്യൻ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കിടക്കുന്ന സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. മനസ്സിലാകുന്നവർക്കായി 2 വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സുള്ള അച്ചായം വരെ കൈ മുദ്രയിട്ട് കഴിഞ്ഞു. റേഷന് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ആധാറിന് വേണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടി, പുരയുടെ കൈ എഴുതാൻ എല്ലാത്തിലും കൈ മുദ്രയിട്ട് കഴിഞ്ഞു. അപ്പൊ എന്താ ഞങ്ങളുടെ ബൈബിൾ? ഇന്ന് രാത്രി താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിവാ അവൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. കേട്ടാട്ടോ, ഇത് ആരാ എഴുതിയത്? ഇയ്യോബ്. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പലർക്കും അറിയാമോ? ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. ഇയ്യോബിന് ഇപ്പൊ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞു. സാത്താൻ ഇടയ്ക്ക് ഒരു വിസിറ്റിൽ ഗൾഫിൽ പോകുന്ന സ്വർഗത്തിൽ പോയി. ആ സമയത്ത് എന്താ സ്വർഗം ചോദിച്ചതെന്നറിയാമോ? പിഴിഞ്ഞ കണ്ടെയ്നർ തുറമുഖം വന്നോന്നല്ല, മോഡി സാർ 3ാമത് വന്നോന്നല്ല, പിണറായി വിജയൻ ജയിച്ചോന്നല്ല, അരുവിക്കര സ്റ്റീഫൻ സാർ MLA ആയോന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവെച്ചു. കരമുയർത്തുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമായി. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റ് അല്ല, സ്റ്റേജിൽ പാടുന്നവനല്ല, കമ്മിറ്റി മെമ്പറല്ല. അവൻ രാത്രിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം. പ്രസംഗിക്കുന്നവൻ ലോകമറിയും, സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളെ ലോകമറിയും, സഭയുടെ പ്രസിഡന്റിന് ലോകമറിയും. എന്നാൽ ആര്യനാട് പുളിമുട്ടൽ ഗ്രൗണ്ടിലിരിക്കുന്ന അപ്പച്ച അമ്മച്ചി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി 39ാമത് വാർഷിക കൺവെൻഷനകത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവൻ, ദേശത്തിന് വേണ്ടി കരയുന്നവൻ, തൻ്റെ സഹഭടന്മാർക്ക് വേണ്ടി കരം കൊടുക്കുന്നവൻ, അവൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ലൈവ് പോയാലും പറയുക, ഇന്ന് ഇവിടെ പേരുള്ള കസേരക്കാടിയുള്ള അച്ചായന്മാർ അവിടെ കാണത്തില്ല. പച്ചയ്ക്ക് പറയുക സ്വോത്രം. എന്നാൽ ഇവിടെ ഒരു പേരുമില്ലാതെ രാത്രിയുടെ യാമങ്ങളിലും വെളുപ്പിലും ഇരുന്ന് മനമേ പക്ഷി ഗണമേ വന്ദനം യേശുപര അപ്പച്ച അമ്മച്ചി താങ്കളുടെ പേര് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ ഇയ്യോബിന്റെ പ്രത്യേകത. മരണാനന്ദ ജീവിതം കൂടെ പറയാം സമയത്തിന്റെ ലഭ്യതയിൽ. ഇപ്പൊ ഇയ്യോബിന് ഒന്നാമതായിട്ട് ഷുഗർ വന്ന് കാലെല്ലാം
ഒരു പരിവായി പാപത്തിന് ഇപ്പം പരുക്കൾ ബാധിച്ച് രോഗം പരുക്കൾ ബാധിച്ചപ്പോൾ അമ്മാമ്മ എന്തോ ഇത് കളിയിൽ കൊണ്ട് പശുവിൻ്റെ കൂടെ കിടത്തി എന്നിട്ട് എന്തോ കൊടുത്ത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കൊടുത്ത് കട്ടൻ ചായ കൊടുത്തു. ഇയ്യോബിൻ്റെ രണ്ട് സഹപടന്മാരുണ്ട്, ദിലീപസും ബിന്ദാദ്. അവന്മാർക്ക് ചിക്കൻ കറിയും പൊറോട്ടയും. മനസ്സിലാകുന്നതിനാ സ്തോത്രം. ആംപ്ലിഫയറും വിറ്റ് കാശ് മേടിച്ചു, ട്രാക്റ്റും വിറ്റ് കാശ് മേടിച്ചു. ഇയ്യോബിനോട് അവർ പറഞ്ഞ്, കർത്താവ് നമുക്ക് അനുകൂലമൊന്നുമല്ല, നിനക്ക് ഇതെല്ലാം വന്ന് ഇനിയെങ്കിലും ഈ വിശ്വാസം വിട്ടൂടെ. ഇയ്യോബ് പറഞ്ഞ, അമ്മാമേ അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും, കരമുയർത്തുന്നവർക്കാ. എന്നിട്ട് ഇയ്യോബ് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും, കരമുയർത്തുന്നവർക്കാ. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടോ? ഇനി പെന്തിക്കോസുകാർ പറഞ്ഞത് ലൈഫ് എൻജോയ് ചെയ്തതാ. 16 കാറും പ്ലെയിനും ഉള്ളവයි. അവസാനം നാട്ടുകാരെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരെ കാശ് മേടിച്ചിട്ട് ഒരു മാസം മുമ്പ് ഇടി വന്നപ്പോൾ രാഷ്ട്രീയക്കാർ സിനിമാക്കാരും കാശ് ചോദിച്ച് പൈസ തരാൻ. കാശ് കയ്യിലില്ല, കാർ കൊടുക്കാൻ പറ്റുമോ? പിസ്റ്റൾ എടുത്ത് ഒറ്റ വെടി ആ കിടക്കുന്നു. സ്വോത്രം വീരന്മാർ, സ്വോത്രം. നീ വന്ന വഴി ക്രിസ്ത്യാനികൾ മറക്കല്ല് എന്നെല്ലാം പറയുന്ന ലൈഫ് ആൻഡ് എൻജോയ് ബ്യൂട്ടിഫുള്ളും ചെയ്തുകൊണ്ട് മരണാനന്തര ജീവിതം ഉണ്ടോ? ഉണ്ട്. ബഥാനിയയിൽ ഒരു നല്ല ഭവനമുണ്ടായിരുന്നു, ലാസറിൻ്റെ ഭവനം. അവിടെ 3 പേരുണ്ടായിരുന്നു. മാർത്ത ചേച്ചി കട്ടൻ ചായ, മറിയ ചേച്ചി നോട്ട് എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതായിരുന്നു ബഥാനിയയിലെ ബൈബിൾ സ്കൂൾ. യേശു നല്ല പഠനമൊക്കെ നടത്തി BTH ഒക്കെ കൊടുത്ത് യേശു പോയി. ലാസറിന് 1ാമത്തെ രോഗം വന്നു. ബൈബിൾ കോളേജ് പൂട്ടി. ലാസറിൻ്റെ കാലിന് 10 അങ്ങ് മുറിച്ചു. ഷുഗർ 2, ഹൃദയത്തിന് സ്റ്റെൻഡ് ഇട്ടു. 3, ക്യാൻസർ വന്ന് മുടിയെല്ലാം പൊഴിഞ്ഞു. ലാസർ ഏകദേശം മരണാവസ്ഥയിലായി. ഇടയ്ക്കിടയ്ക്ക് സൗകര്യമാർ തുള്ളി വെള്ളം കൊടുക്കുമ്പോൾ ചോദിക്കും, മാർത്ത ചേച്ചി യേശു വന്നോ? മറിയ ചേച്ചി യേശു വന്നോ? നമ്മുടെ ആര്യനാട്ടിൽ ലാസറാന്നേ ചോദിക്കും, കള്ളിക്കാട്ടിൽ നിന്ന് കുഞ്ഞമ്മാമ വന്നു എന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതല്ല ഞങ്ങളുടെ ലാസറിൻ്റെ പ്രത്യേകത, യേശു വന്നു. സഹോദരിമാർ അവൻ്റെ തലേ തടവേ, ബ്രദർ വരും, നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്, മൊബൈലെല്ലാം അടിച്ചിട്ടുണ്ട്, വരുമെന്ന്. തലേ തടവേ ആള് തട്ടിപ്പോവുകയും ചെയ്തു. സ്വോത്രം. ആര്യനാടുകാർ യേശു ഇവിടുന്ന് കപ്പ തിന്നു, പുഴുക്കൻ ചീന്നി തിന്നു, അയില വറുത്ത് തിന്നു. ഈ ചെറുപ്പക്കാരന് ഷൂ ഇല്ലാഞ്ഞിട്ട് വന്നില്ലെന്ന്. സ്വോത്രം. എല്ലാവരും കൂടെ ശീലകൾ ചുറ്റിയിട്ട് എവിടെ ലാസറിനെ കൊണ്ട് അടക്കി. ഇതാ മരിച്ചവർ ഉയർക്കുമ്പോൾ 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസം യേശു വന്നില്ല, 4-ാം ദിവസമായി യേശു വന്നത്. എന്തുകൊണ്ട് യേശു 4-ാം ദിവസം വന്നു? യഹൂദൻ്റെ ആചാരം കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ് 3 ദിവസം കറങ്ങുമെന്ന്. സന്തോഷമില്ലല്ലോ. യേശു അവിടെങ്ങാനും വരണം, ഒരു ചോട്ടാ പ്രാർത്ഥന കൊടുക്കണം. ലാസർ എഴുന്നേറ്റായി പള്ളി പരീക്ഷന്മാർ പറഞ്ഞ് നാട്ടിൽ ആത്മാവിനെ കയറ്റിയെന്ന്. സ്വോത്രം. അതുകൊണ്ട് 4-ാം ദിവസം ഒന്നീ ആത്മാവ് മേളിലല്ലേ താഴെ. 4-ാം ദിവസം യേശു വീട്ടിൽ വന്നു. മാർത്തയും മറിയം കരഞ്ഞമ്മാമേ എന്താ പറഞ്ഞത്? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കുകയില്ല. ഉടനെ ആ സഹോദരിമാരോട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലാസറിനെ അടക്കിയ കല്ലറ എവിടെ? അയ്യോ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കല്ലറയുടെ ചുറ്റും 3 ദിവസം ആത്മാവ് കറവുന്നു. നമ്മുടെ അപ്പച്ചൻ മരിച്ചു, ജോളിമോള് 2 കൊല്ലമായിട്ട് കല്ലറയുടെ അടുത്തൂടെ പോകുന്നില്ല. മനസ്സിലാക്കുന്നവർക്ക് അപ്പച്ചൻ അവിടെ ഉണ്ടെന്ന്. സ്വോത്രം. അപ്പച്ചൻ അവിടെ എങ്ങും ഇല്ല. നല്ല സ്ഥലം രായിച്ചാൻ്റെ കൺവെൻഷൻ, ചിന്നമ്മാമ്മയുടെ മോടെ കല്യാണം, ജ്യോതിയുടെ കല്യാണം. പപ്പ മരിച്ചുപോയി. പാസ്റ്റർ പ്രാർത്ഥിച്ചിറങ്ങി. ദാ നിൽക്കുന്നു ഒരു പ്രാവിരുന്ന് പാടുന്നു, കൂ 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 കൂ. ഉടനെ ചിന്നമ്മാമ പറയാ, ജ്യോതിയുടെ കല്യാണം കാണാൻ പപ്പയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു, ഇപ്പൊ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന മംഗളഗാനം പാടുവാന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെ പറയുന്നവരുണ്ട്. 2 പ്രാവ് വരുന്നതല്ല, സ്വോത്രം. TPM ദി പെന്തക്കോസ് മിഷനിൽ അപ്പച്ചന്മാരെല്ലാം സ്വർഗീയ സിയോൻ ഞാൻ പ്രസംഗിക്കുന്നു. എന്നോട് കാര്യം ഒരിക്കൽ കൊട്ടാരക്കര വെച്ചാൽ അപ്പച്ചനോട് പരിചയപ്പെട്ടപ്പോൾ മരണാനന്തര ജീവിതം പറഞ്ഞ് പറയാം, പാസ്റ്റർ എഴുതിക്കോളാൻ പറഞ്ഞു എന്നോട്. അപ്പച്ചൻ കൊട്ടാരക്കരത്ത് വാളകത്തൊരു വീട്ടിൽ പോയി. രാവിലെ പ്രാർത്ഥനയാണ്, പെങ്കുച്ചിനെ പ്രാർത്ഥിച്ചു വിടും. അപ്പച്ചൻ പ്രാർത്ഥിച്ചു, കട്ടൻ ചായ അടിച്ചു. ആരാണ്ടൊക്കെ കുഞ്ഞിന് കൈ കൊടുക്കാൻ വന്നപ്പോൾ ഒരു വല്യമ്മച്ചി 80കാർ സംസാരിക്കുന്നത് പോലെ ഈ പെങ്കൊച്ച് സംസാരിക്കുന്നു. ഉടനെ കൊച്ചിൻ്റെ മമ്മി പറയുവാന്ന്, സുനിമോടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പം ദേഹത്ത് വന്ന് അനുഗ്രഹിക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. TPM അപ്പച്ചൻ പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും, 1/2 ഗ്ലാസ് വെള്ളം എടുത്തോളാം. മനസ്സിലാക്കുന്നവർക്കായി കൊച്ചിൻ്റെ തലയിൽ വെച്ച് അന്യഭാഷ നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി വിട്ടുപോകട്ടെ. ദിം ധരികടതും താ കിടക്കുന്ന പെങ്കൊച്ച് 1 ഗ്ലാസ് വെള്ളവും കൊടുത്ത്. അപ്പോൾ അപ്പച്ചനോട് ആൾക്കാർ ചോദിച്ച് വല്യമ്മച്ചിയാണെന്നത്. വല്യമ്മച്ചിയല്ല, വല്യമ്മച്ചിയുടെ കൂടെ കിടന്ന ഭൂതമാകേറിയെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. കല്ലറ കിടക്കുന്ന വല്യമ്മച്ചി. സ്വോത്രം. ഇങ്ങനെ പറയുന്ന അന്ധവിശ്വാസം പറയുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. സ്വോത്രം. എന്താ, ഇന്ന് രാത്രി ഞാൻ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഗുളിക വന്ന് അടിച്ചിട്ടിരിക്കുക. കൺവെൻഷന് കുഴഞ്ഞു വീഴുന്നു. എല്ലാവരും കൂടെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി കൊണ്ടു ചെന്നു. ആജി ബ്രദറുണ്ട്, സജി ഉണ്ട്, നമ്മുടെ രായ്ച്ചാനുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾ തട്ടിപ്പോയെന്ന്. സന്തോഷമില്ലല്ലോ. ഉടനെ രായ്ച്ചാൻ പറഞ്ഞ് നിന്നപ്പോഴോ AC കിട്ടിയില്ല, ഒരു -23 AC വെച്ചേക്കാം. മനസ്സിലാക്കുന്നവർക്കായി ഫ്രീസർ എന്നെ കയറ്റി. പിറ്റേന്ന് പത്രവാർത്ത, സുവിശേഷകൻ സജു ചാത്തന്നൂർ ആര്യനാട് പ്രസംഗമധ്യേ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അന്നേരം ഫ്രീസറിൽ ഞാനിരിക്കുക. സ്വോത്രം. പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ, കിടക്കുന്നതിൻ്റെ ഭൗതിക ശരീരം. കരമുയർത്തുന്നവർക്കാൽ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴ് പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശരീരത്തിന്
ആത്മാവിന് മരണമില്ല. അതിനോടനുബന്ധിച്ച് മെഡിക്കൽ സയൻസ് മനസ്സിലാകുന്നവർക്കായി മരണാനന്തര ജീവിതം. മെഡിക്കൽ സയൻസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാം ദിവസം ബ്ലഡ് കട്ട പിടിക്കും. 2 ഓർഗൻസ് ഇങ്ങനെ മാറാൻ തുടങ്ങും. 3 അസ്ഥികളിൽ പതിയെ നീര് വെച്ച് തുടങ്ങും ശരീരം. 4-ാം ദിവസം നാറ്റം വെക്കുന്നത്. 2 വിധത്തിലാണ് ലാസറിൻ്റെ മരണം. അപ്പോൾ യേശു പറഞ്ഞു അവനെ അടക്കിയത് എവിടെ? വാക്യം വായിക്കേണ്ട മക്കളെ. യോഹന്നാൻ 11:43 യേശു അവിടെ ചെന്ന് കല്ലറയുടെ അടുത്ത് ചെന്നു. ഒരു വിളി വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. ലാസർ പടപട പുറത്തു വന്നു. 108 ആംബുലൻസ് കയറ്റിയോ, കിംസി കൊണ്ടുപോയോ, നിംസി കൊണ്ടുപോയോ, കാല് മുറിച്ച തലയിൽ മുടിയില്ലാത്ത പാടുണ്ടോ? ഒന്നുമില്ല. യോഹന്നാൻ 12 ഇന്ന് രാത്രി ചെന്ന് അമ്മാമെ വായിക്കണം. അവിടെ ഒരു പന്തി ഒരുക്കി മരിച്ചുയർത്തെഴുന്നേറ്റ ലാസർ യേശുവിൻ്റെ കൂടെ. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോട് ആര്യനാട് മരണാനന്തര ജീവിതം. ദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറുവച്ചായ ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കൂടെ പന്തിയിലിരുത്തും. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ എന്തിരുന്നല്ല പാട്ടുകളാ പന്തിയിലിരുത്തുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരണാനന്തര ജീവിതം. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് യഹൂദൻ ഇസ്രായേലിലേക്ക് പോകുന്നു. 1-ാമത്തെ ഇടവേളയിൽ പുറകെ വരും. കോവിഡ് കാലം എല്ലാവരും ബെഞ്ചമിനെ തന്നെയാകൂ. ആദ്യം ഇസ്രായേലിലെ മൂപ്പന്മാരോട് പറഞ്ഞു മൈക്രോ ചിപ്പ് വെക്കാൻ. അതിനുവേണ്ടി അദ്ദേഹം ഇട്ട പേരാ ഹൈഷാൻ, വലിയ ചിപ്പ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചെറിയ ചിപ്പ് വെക്കണം, അതിൻ്റെ പേരാ ഷാബ്. ബാക്കി കൂടെ കേട്ടാട്ട് യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കുമോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അന്ന് ഭരണത്തിൽ നിന്ന് നീറ്റിക്കളഞ്ഞു. മോശയുടെ 3 തലമുറകളായിരുന്നു ഇസ്രായേലിൽ അവർ പറയപ്പെടുന്നു. ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. അവരുടെ പേര് ഹസദിക്ക്, 2 ഹർദിക്ക്, 3 നെട്ടൂരിക്കർത്ത. ഇത് മോശയുടെ ന്യായപ്രമാണത്തെ ഉറച്ചിരിക്കുന്ന 3 തലമുറകളാണ്. അവന്മാർ വാക്സിൻ പോലും എടുത്തിട്ടില്ല. രാജപാസ്റ്റർ സ്വോത്രം. അവന്മാരെ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും തലയിൽ ഒരു ചപ്പാത്തി പരത്തിയതുപോലെ വെച്ചിട്ട് ചെന്ന് മതിലേ ചെന്നിരിക്കുന്ന പള്ളിക്ക് വേണ്ടി സ്വോത്രം. അവന്മാർ വാക്സിൻ പോലും എടുത്തിട്ടില്ല. അവർ ബെഞ്ചമിനെ തന്നെ ഊട് പറഞ്ഞു, ഞങ്ങൾ വാക്സിനും എടുക്കത്തില്ല, അതോടൊപ്പം തന്നെ മൈക്രോ ചിപ്പ്. ഇനി TPM-ന്റെ പേത്തോമിലെ വാക്യം ആ കാട്ടാക്കടയിൽ വായിക്കാൻ പോകുന്ന ചാരുപാറയിലെ യഹൂദൻ ഒരിക്കലും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹൂദൻ എന്തുകൊണ്ട് മൈക്രോ ചിപ്പ് വെക്കത്തില്ല? വായിക്കാം. പുറപ്പാട് 13. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക്, ഇത് ഞനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളമായും, നിന്റെ കണ്ണുകളുടെ നടുവിൽ. വായിച്ച മോനെ, നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. കറക്റ്റ് മോൻ. ലേവ്യ പുസ്തകം പറയുമ്പോൾ വായിക്കണം. യഹൂദന്റെ വചനം എവിടെ? നമ്മുടെ ഇടക്ക് മൊബൈലിലല്ല, കൈക്കകത്ത് 10 ചുറ്റിയിട്ടുണ്ട്. തലയിൽ തേങ്ങ കയറുന്ന അവറാച്ചൻ തലയിൽ ചുറ്റിയോല വചനം. അതിന്റെ പേരാ യൂദ് ഹേ വൗഹേ. ബാക്കി നിങ്ങൾ കേട്ടാട്ടെ. ആന്റി ക്രൈസ്റ്റ് വരും, ഈ വചനം അഴിച്ചു മാറ്റും, തലയിരിക്കുന്ന കെട്ടഴിച്ചു മാറ്റും. അതുകൊണ്ടാണ് യേശു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, കരമുയരുന്നില്ല, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഈ വചനം അഴിച്ചു മാറ്റിയിട്ട് ആന്റി വന്നിട്ട് മൈക്രോ വെക്ക്. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കാൻ അനുവദിക്കത്തില്ല. എന്താ മൈക്രോ ചിപ്പ് വെച്ചാൽ? യഹൂദനോടുള്ള ബന്ധത്തിൽ അവശേഷിക്കപ്പെട്ടവർ. വായിക്കുന്നു ലേവ്യ പുസ്തകം 13:28. എല്ലാ വാക്യങ്ങളും. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. തീപ്പൊള്ളലിന്റെ തിണർപ്പ്. യഹൂദൻ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിളിക്കണം. അതുകൊണ്ട് മതി. തീപ്പൊള്ളലിന്റെ തിണർപ്പ്. ഇന്ന് രാത്രി ലോകത്തിലെ 3 കമ്പ്യൂട്ടർ കമ്പനി, ഇസ്രായേൽ, ടെൽ അവീവ്, IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ഇവരെല്ലാം മൈക്രോ ചിപ്പിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും ടെക്നോളജി ഇസ്രായേൽ കടന്നിട്ട് ഒരു യഹൂദൻ പോലും മൈക്രോ ചിപ്പ് വെക്കത്തിൽ അവൻ ശപിക്കപ്പെട്ടവനാവും. അങ്ങനെയെങ്കിൽ 1-ാമത്തെ ഇടവേളയിലേക്ക് വരുന്നു. കാന്തന്റെ വരവിൽ പ്പെട്ടു പോയാൽ, ആന്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോട് വന്നാൽ ആദ്യം നിയമത്തെ മാറ്റും, 2 റോബോട്ടിനെ കൊണ്ടുവരും. ഈ മൈക്രോ ചിപ്പ്. ഇന്നത്തെ ആധാർ മാറും, ATM മാറും. വരാൻ പോകുന്ന മൈക്രോ ചിപ്പ് QR കോഡ് കയ്യിലോട്ടൊരു മൈക്രോ ചിപ്പിലേക്ക് പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആ ചിപ്പ് യഹൂദൻ വെക്കത്തില്ല. ചിപ്പ് വെക്കാത്ത യഹൂദൻ തല എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ അറുത്ത് തലമാറ്റും. ISIS, അതാ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഇന്ന് സിറിയയിലും മൊസൂളിലും മനുഷ്യന്റെ തലയിറക്കുന്നത് പോലെ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ യഹൂദന്റെ തലയറുത്ത് മാറ്റും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. ബൈബിളിനകത്തുണ്ടോ? ആമോസ് 4:12. ഇതാ TPM-ന്റെ പെയ്ത്തോമിന്റെ വാദക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടായി TPM-കാർ പ്രസംഗം കേൾക്കുന്നത്. ദാ കിടക്കുന്നു അവസാന ദിനങ്ങളിൽ യെരൂശലേമിന്റെ ന്യായവിധിയിലേക്ക്. വായിക്കാൻ മോനെ ആമോസ് 4:12.
ഉണ്ട്. വായിച്ച് സഹായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കൺവെൻഷൻ നോട്ടീസിലും കാണും, ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മൈക്രോ ചിപ്പുമായിട്ട് ആന്റി ക്രൈസ്റ്റ് വരും. QR കോഡ് മാറ്റി പുറകെ ബാക്കി ഭാഗം ചിന്തിക്കയുടെ വേള കഴിയുമ്പോൾ ഈ മൈക്രോ ചിപ്പ് അങ്ങോട്ട് വെക്ക്. മൈക്രോ ചിപ്പ് യഹൂദൻ കൊള്ളത്തില്ല. അവൻ്റെ കയ്യിലിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം 5 പുസ്തകമാ. ഉൽപ്പത്തി, ആവർത്തനം, സംഖ്യ, ലേവ്യ, പുറപ്പാട്, തനാക്ക്, തോറ. അവരിതെടുത്ത് വായിച്ചിട്ട് പറയും ഞങ്ങൾ ശപിക്കപ്പെട്ടവര്. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ ഇന്നത്തെ സിറിയയിലും മൊസൂളിലും തലയ്ക്കകത്ത് ഷോള് പുതപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കുന്നോള് യഹൂദന്റെ കഴുത്തറക്കുന്ന കാലം വരും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. എന്നാൽ ആര്യനാട് പുളിമോടിൽ USA കൺവെൻഷൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ആ രക്തം അവിടെ താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായ ഇട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി. സൈന്യാധിപൻ കുന്തമെടുത്തു. യേശു പറഞ്ഞു സകലതും നിവർത്തിവായി. യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി അപ്പച്ചാമ്പച്ച് 5.5 ലിറ്റർ രക്തവും വെള്ളവും കഴുകുക. അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്ക് 39ാമത് വാർഷിക കൺവെൻഷൻ കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി 1 ആധാർ, 2 ATM, 3 ആനയുടെ വാല്, 4ാമത്തത് നിർണായകമായി വരുന്നു പാസ്പോർട്ട്, 5 RFID, 6 വരുന്നു QR കോഡ്. ഇനി വരാൻ പോകുന്നത് സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ കയ്യിൽ മേൽ ചിപ്പ് ഘടിപ്പിക്കാൻ പോകുന്നു. അതിന്റെ തുടക്കമാണ് സഞ്ചാർ സാത്തി ആപ്പ്, റിലയൻസ് ജിയോയുമായി എലോൺ മസ്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ എതിർ ക്രിസ്തുവിന്റെ വരവിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ? 1ാമത്തെ ഇടവേളയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഴമലക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നെടുമങ്ങാട്, ഇവിടെ എല്ലാം ഒരു പരസ്യം ഉണ്ടെന്ന്. പോളിയോ. എന്താ പോളിയോ വാക്സിന്റെ പ്രത്യേകത പറഞ്ഞു തരാം. കേട്ടോ പോളിയോ വാക്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കാലുമടത്തി കിടക്കാൻ നമ്മുടെ മോഡിജിയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായിജിയും അത് കഴിഞ്ഞിട്ട് വീണ ജോർജും അനുവദിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇവിടെ പരസ്യം. ഏത് പരസ്യം? നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, പിന്നെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്, ആര്യനാട് പഞ്ചായത്ത് ജീപ്പിനകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ. പോളിയോ പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് എഴുതിയാട്ടെ. PSCക്ക് വരുന്നൊരു ചോദ്യം പറഞ്ഞുതരാം. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ യഹൂദനാ. അവൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. പോളിയോ കണ്ടുപിടിച്ച PSCക്ക് വരും പരീക്ഷയ്ക്ക് ജോൺ ലിറ്റിൽ വാക്സ്. അതാ മനുഷ്യകുലത്തിനകത്ത് വീട്ടിനകത്ത് ഒരു കുഞ്ഞു മുടന്തി കൊടുക്കാതിരിക്കാൻ. പോളിയോ ആശാവർക്കർമാർ വീട്ടിൽ വരും. എന്താ സിന്ധുവിനോട് മോളെ സിന്ധു നാളെ കുഞ്ഞിനെ കൊണ്ടുവരണം, പോളിയോ ഫ്രീ, വായിച്ചാൽ മതി. സിന്ധു കുഞ്ഞിനെ കൊണ്ടുവരികയല്ല. അന്ന് കള്ളിക്കാട് ദീപ അടിച്ചോറിത്തി ചിക്കൻ കാല് തിന്നാൻ പോകും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എന്നിട്ട് കർത്താവിനെ കുറ്റം പറയും, നീ കൊടുക്കേണ്ട കാര്യം. അത് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്ന് കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയം. എനിക്ക് വളരെ സന്തോഷം. കോവിഡ് കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാർ കോവിഡ് കുറഞ്ഞപ്പോൾ യോഗം നടത്തി. ദീപ ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്ത് 2 രാത്രി ഞാൻ പ്രസംഗിക്കുമോ കർത്താവിൻ്റെ വരവ്. രാത്രി 10:30 എനിക്ക് കാട്ടാക്കടയിൽ ഇലക്ട്രിക് ബസ്സാ. 10 മണിയെ ആരാധന തീർന്നപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ദീപ ഓഡിറ്റോറിയത്തിൽ ആ ഹൈന്ദവ നായർ സമുദായത്തിൽപ്പെട്ട ആ ചേട്ടൻ ഓടിപ്പോയി ചായ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്ന് പ്രസംഗിച്ചതാ പാസ്റ്റർ, ചായ കുടിക്കാം. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ആരും കാണാതെ എന്നോട് പറഞ്ഞു, താണ്ട പുറകോട്ടെന്ന് പറഞ്ഞു ഒരു വാക്ക് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. ഗ്രൗണ്ടിൽ കൺവെൻഷൻ, അതിൻ്റെ കട്ടളയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ വിഷയം? പാസ്റ്ററെ ആകെ കടത്തില്ല, 2-3 വർഷമായിട്ട് പരിപാടിയില്ല, 20 ലക്ഷത്തിൽ പരം കണ്ട് ലോൺ അടയ്ക്കാനുണ്ട്, ഞാൻ ആകെ മുങ്ങിക്കിടക്കുക. ഞാൻ പറഞ്ഞു, ദൈവം ഒരു വഴി തുറക്കും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മുറ്റത്ത് കൺവെൻഷൻ നടത്തി ചായയും മേടിച്ചെന്നു. അന്ന് രാത്രി ഞാനങ്ങ് പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കൺവെൻഷൻ നടത്തിയ ചെറുപ്പക്കാരോട് പറഞ്ഞു, ആ പാസ്റ്ററിൻ്റെ കൺവെൻഷൻ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ 2 ദിവസവും പ്രസംഗം കേട്ട് പോകുന്നേരം ഒരു കാര്യം, ഞാൻ പല വാതിലും മുട്ടി, ആരും പൈസ തന്നില്ല. എൻ്റെ ബന്ധത്തിൽ ദുബായിലൊരു പയ്യനുണ്ടായിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചു. അവൻ പറഞ്ഞ്, ചേട്ടൻ 20 ലക്ഷം രൂപ ഞാൻ തരാം, ഒരു പലിശയും വേണ്ട, ഘട്ടമായിട്ട് തന്നാൽ മതി. കരമുയർത്തുന്നവർക്കായി. ക്രിസ്ത്യാനിക്കല്ല, കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയത്തിലെ ചേട്ടന് കിട്ടിയ കഥയാ. പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എങ്കിലും ആ കൺവെൻഷനകത്ത് കരമുയർത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ കരം തൊട്ടു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം, വിശ്വസ്തനായ ദൈവം. ഇന്ന് ഞാൻ അതുവഴി കള്ളിക്കാടൂടെ ആ അമ്പൂരിയിലും അവിടെ പോകുമ്പോൾ ഓർക്കാറുണ്ട്. ആ മുറ്റത്ത് 2 ദിവസം കിടന്ന് പ്രസംഗിച്ചതാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ എൻ്റെ കാര്യമെന്നറിയാമോ? നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം.
എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് കാലുമടത്തി കിടക്കരുത്, അതിനുവേണ്ടിയാ പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് നമ്മുടെ പുളിമൂട്ടിലെ ബാബു ബ്രദർ ഒരു പോളിയോ വന്നു. ആ പോളിയോയുടെ പേര് മദ്യപാനം, മയക്കുമരുന്ന്, MDMA. ആ പോളിയോ, ആ പാപം. ഈ മദ്യപാനത്തിനൊരു വാക്സിൻ ആര് തരും? മയക്കുമരുന്നിന് ആരെങ്കിലും ഒരു വാക്സിൻ തരുമോ? അവനൊന്ന് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പാപമുണ്ട്, ഇച്ചിരി പാരാസെറ്റമോൾ തരുമെന്ന്. സന്തോഷമില്ലല്ലോ, ഡോക്ടർ പറഞ്ഞു പുറത്തു പോകാൻ. അപ്പം ആരാണ്ട് പറഞ്ഞു, നീ പേരൂർക്കട ജനറൽ ആശുപത്രി പോ, ചിലപ്പോൾ ട്രിപ്പിട്ട് നിൻ്റെ പാപം അലിയിക്കുമെന്ന്. പുള്ളിക്കാരൻ പേരൂർക്കട ജനറൽ ആശുപത്രി പോയി ഫിസിഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, സാറ് എന്നെ ഒന്ന് കിടത്തണം, എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, ട്രിപ്പിട്ട് അലിയിക്കണമെന്ന്. ഡോക്ടർ പറഞ്ഞ് കടക്ക് പുറത്ത്. സ്വോത്രം. അപ്പോൾ ആരാണ്ട് പറഞ്ഞ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നല്ലൊരു സർജൻ വന്നിട്ടുണ്ട്, കീഹോളുകാരനാ, വലിച്ച് നിന്റെ പാപം ഊറ്റിയെടുക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. ബാബു അപ്പോയിൻമെൻറ്റുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ അകത്ത് പാപം ഉണ്ടെന്ന് കീഹോൾ ചെയ്യണമെന്ന്. ഡോക്ടർ പറഞ്ഞു പുറത്ത് പോയി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, നമ്മുടെ RCC പുതിയ നല്ല റേഡിയേഷൻ മെഷീൻ വന്നിട്ടുണ്ട്, നീ സൂക്ഷി കടന്ന പോലെ കടന്നാൽ മതി, നിന്റെ നെഞ്ചത്തടിച്ച് പാപം പോക്കുമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അവൻ നേരെ എവിടെ പോയെന്നറിയാമോ? RCC ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഒരു റേഡിയേഷൻ നടത്തി എൻ്റെ പാപം മാറ്റണം. ഡോക്ടർ അവനെ തട്ടി പുറത്ത് കളഞ്ഞു. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ആര്യനാട് പട്ടണത്തിൽ പാപത്തിൽ കിടക്കുന്ന ജനത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, പാപത്തിന് പരിഹാരമായി പാരാസെറ്റമോൾ ഇല്ല, പാപത്തിന് പരിഹാരമായി ആൻറ്റിബയോട്ടിക് ഇല്ല, പാപത്തിന് പരിഹാരമായി ഇന്ന് രാത്രി കീഹോൾ സർജറി ഇല്ല, പാപത്തിന് പരിഹാരമായി ഇന്ന് രാത്രി റേഡിയേഷൻ ഇല്ല. അതിന് പകരമായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കരമുയർത്തുന്നവർക്കായി. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ആ വാക്സിന്റെ പേരത്ര കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകലമാ പൂർണ്ണ പാപം പോക്കി, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. രാത്രി ഇതാ ജീവന്റെ വചനം. മനസ്സിലാകുന്നവർക്കായി. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, പ്രസ്ഥാനത്തിനകത്ത് വരണ്ട, മരച്ചുവട്ടിലോ ഓട്ടോയ്ക്കകത്തോ എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാനൊരു പാപി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ പാപത്തെ മാറ്റി സ്വർഗീയ കരത്താൽ നിന്റെ മാറോട് ചേർക്കുന്ന ദൈവസ്നേഹം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതേ ക്രൂശിൻ്റെ സ്നേഹം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും. ഇന്ന് രാത്രി നിങ്ങൾ വിചാരിക്കും പാപം മാറുമോ, പാപം മാറുമോ? തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 2012-13 കാലമാണ് ചെങ്കൽച്ചൂളയിൽ ഞാൻ വരുന്നത്. ചെങ്കൽച്ചൂളയിൽ അന്ന് നല്ല സ്ഥലങ്ങളൊന്നുമില്ല, ഒരു ആലിൻ്റെ ചൂടുണ്ട്, പലപ്പോഴും അവിടെ യോഗം നടത്താൻ പറ്റത്തില്ല. അവിടെ കാന ഒഴുകുന്നു. കാനയുടെ മേളിൽ തടിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ യോഗം പ്രസംഗിക്കുന്നത്. അന്ന് എൻ്റെ കൂടെ പാട്ട് പാടുന്ന ഒരു കുഞ്ഞാ ഉണ്ടായിരുന്നുള്ളൂ. 2 ബോക്സും ഒക്കെ ആയിട്ട് സ്റ്റാൻലി, ബാക്കിയുള്ള അവിടുത്തെ ചെറുപ്പക്കാർ, കുമാരപുരം സ്റ്റാൻലി ആയിരുന്നു പാട്ടുപാടി സഹായിക്കുന്നത്. ഞങ്ങളുടെ കട്ടച്ചായം കുടിച്ചിട്ട് പാടുക. 2012-13 ആൾക്കാരെല്ലാം കാക്കിച്ച് നമ്മളെ തുപ്പിക്കൊണ്ട് പോകുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക്. അന്ന് ചെങ്കൽച്ചൂളയുടെ പ്രത്യേകത, കൈവെട്ടിയാൽ 3, കാല് വെട്ടിയാൽ 5, കൊലപാതകം നടത്തിയാൽ 18 ലക്ഷം രൂപ. സ്വോത്രം. അവിടെ നാളെ കിട്ടുമായിരുന്നു. വചനം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാർ വന്നു. ഇന്ന് പലരും അതിനെപ്പറ്റി ഭയങ്കര ഞങ്ങൾ ചെങ്കൽച്ചൂളക്കാരാണെന്നൊക്കെ പറയുന്നു. സ്വോത്രം. അവിടെ നിൽക്കട്ടെ. ചെറുപ്പക്കാർ വന്നപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു മാന്യമായിട്ട്, മോനെ 3 ലക്ഷം രൂപയ്ക്ക് കൈവെട്ടിയ പൂജപ്പുര ചെയ്യില്ല, 5 ലക്ഷം രൂപയ്ക്ക് കാല് വെട്ടിയ 7 വർഷം ഒരുപക്ഷെ വിയൂരിൽ കിടക്കാം, 18 വർഷം കൊലപാതകത്തിൽ പോയ 14 വർഷം നീ ജയിലിൽ കിടക്കണം, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആരും കാണത്തില്ല, അതുകൊണ്ട് ഈ കൊലപാതക പരമ്പരയിൽ നിൽക്കണോ, യേശുവിനെ കാണണോ? കരമുയർത്തുന്നവർക്കായി. അന്ന് ചിലരെ കിട്ടിയ അച്ചായ, അതിലൊന്ന് ലങ്കാ കുമാർ, അതൊന്ന് ഗുണ്ടുകാട് ഷാബു, അത് കഴിഞ്ഞ് പേട്ട ഫെലിക്സ്, മൊട്ടമൂട് ബൈജു, ഇവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് നിങ്ങൾ ചെങ്കൽച്ചൂളയിലോട്ട് ചെല്ലണം. കൊട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ദാണ്ട് ഒരു ബൈബിളുമായിട്ട് പോകാം. കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി മതങ്ങൾക്ക് കഴിയത്തില്ല, ഇസങ്ങൾക്ക് കഴിയത്തില്ല, ഭരണകൂടങ്ങൾക്ക് കഴിയത്തില്ല. കേരളത്തിൻ്റെ ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോടൊരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, പണ്ട് ഞങ്ങൾക്ക് ചെങ്കൽച്ചൂളയിൽ കയറാൻ പേടിയായിരുന്നു, ഇന്ന് ഏത് രാത്രിയിലും ഏത് പകലും അതുവഴി കടന്നു പോകാം, ശാന്തതയുടെ പട്ടണമാക്കി മാറ്റി. ബാക്കിയൂടെ കേട്ടാട്ടെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ചെങ്കൽച്ചൂളയിൽ 3 രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. 3 രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടയുടെ ബാധക നിൽക്കുന്നത് പോലെ, ഞാനൊരു പ്രവാചകനല്ല, ഇടവേള വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു, അവനോട് പറഞ്ഞോണം ഇവിടുന്ന് സ്ഥലം വിട്ടു പോകാൻ, നിന്റെ ദിവസം എടുത്തു പോയെന്ന്. സ്വോത്രം. അവനവിടെ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. യോഗത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, സ്വോത്രം. ചെറുപ്പക്കാർ പറഞ്ഞു, പാസ്റ്റർ ദൂത് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചപ്പം ദൈവാത്മാവ് പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, അന്ത്യകാലം പറയുന്നതാണ്. അപ്പോൾ അവൻ ആരാന്ന് പാസ്റ്റർ പിടികിട്ടിയെന്ന് വെച്ചു. അപ്പോഴാണ് തിരുവനന്തപുരം പട്ടണത്തെ പറപ്പിച്ച വയറൻ സെൽവൻ. മനസ്സിലാക്കുന്നവർക്കായി. ബാക്കി കേട്ടോണം. സ്വോത്രം. അപ്പോൾ അവൻ്റെ കൂട്ടുകാരി എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു 48 മണിക്കൂറിനകം നീ ഇവിടുന്ന് പൊക്കോണം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു എന്തെന്ന്, തിരുവനന്തപുരം പട്ടണത്തിൽ എന്നെ തട്ടാൻ ആരുമില്ലെന്ന് രായിച്ച. സ്വോത്രം. ദൈവമാ അവസരം കൊടുത്ത് 48 മണിക്കൂറായില്ല, 36 മണിക്കൂർ മ്യൂസിയത്തിൻ്റെ ഇവിടെ ആട്ടോയിൽ പോകുമ്പോൾ 4 ബൈക്കുകൾ ക്രോസ് വെച്ചു. വയറൻ സെൽവനെ അവിടെ വെച്ച കുത്തി
സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അന്ന് തിരുവനന്തപുരം SP ഗോപകുമാർ സാർ അത് എടുക്കാൻ വന്നപ്പോൾ ആരാണ്ട് സാറിനോട് പറഞ്ഞു, സാറ് ഒരു പാസ്റ്റർ ഇവിടെ വെച്ച് പറഞ്ഞു ഇവൻ ഇവിടുത്തെ സ്ഥലം വിട്ടാൽ രക്ഷയാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടെങ്കിലും അവൻ പോയിരുന്നേ അവനൊരു വിടുതൽ കിട്ടിയാണ്. ഇന്ന് രാത്രി ചില വാക്കുകൾ കേട്ട് ദൈവസന്നിധിയിൽ നീ മടങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ടൈമിങ് പോലും ദൈവം നിയമിച്ചു വെച്ചിരിക്കുക. കഴിഞ്ഞ 2025 കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ചെങ്കൽച്ചൂളയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചെങ്കൽച്ചൂളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം സജീവമായി. എനിക്ക് തോന്നുന്നു എൻ്റെ തലേ ദിവസം ഫസ്റ്റ് അബ്രഹാം തീർന്നു. 2ാം ദിവസം അവസാന ദിവസം ഞാൻ രാത്രിയാണ്. ചെറുപ്പക്കാരും അവിടെ എല്ലാം ഉണ്ട്. അവിടെ വെച്ച് തലയിൽ വർഷങ്ങൾക്ക് മുമ്പ് കൈവച്ചൊരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ദുബായിലും പ്രസംഗിച്ചു. അവൻ്റെ പേര് പ്രശാന്ത് ചെങ്കൽച്ചൂള. കരം ഉയരുന്നില്ലല്ലോ, സ്വോത്രം. ഒരു യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചത് പ്രശാന്ത് ചെങ്കൽച്ചൂളയിൽ. സന്തോഷമില്ലല്ലോ പാസ്റ്റർമാരെ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദുബായിലോ അമേരിക്കയിലോ പോയി സൂചനം പ്രസംഗിക്കട്ടെ, സ്വോത്രം. എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത ദിവസം ഞാനും ആ കുഞ്ഞുകൂടെ പെരുങ്കടവിള കൺവെൻഷനിൽ പ്രസംഗിക്കുന്നുണ്ട്. അടുത്ത ഒരു ദിവസം പുള്ളിയും 2 ദിവസം ഞാൻ പ്രശാന്തിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവനൊന്ന് ചായ കൊണ്ട് തരുന്നത് ഞാൻ അവന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ഞാൻ ഈ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇവിടെ രാഴ്ച വെള്ളം തരുന്ന പോലെ ഒരു പ്രായം ചെന്ന അമ്മച്ചി അന്ന് രാത്രി വെള്ളം കൊണ്ട് തന്നു, പിന്നെ കാപ്പി ഇടുന്നത്. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പാസ്റ്റർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അയ്യോ, ഞങ്ങൾ മറ്റൊരു സമുദായക്കാരാ, പാസ്റ്റർ എല്ലാ പ്രാവശ്യവും ഇവിടെ വരും, കരം ഉയർത്താൻ പ്രാർത്ഥിക്കൂ. എൻ്റെ മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം ഖത്തർ അമ്പലത്ത് ഞങ്ങൾ നല്ല വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഈ 2026 ഞങ്ങൾ സ്ഥലം മാറുന്നു. കരം അമ്മച്ചി ഇന്ത്യക്കോസിലും ചേർന്നില്ല, ഒരു കോസിലും ഉയർത്തി ദൈവത്തിൻ്റെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് നല്ല നിലവാരങ്ങൾ മാറ്റി. ചെങ്കൽച്ചൂളകത്ത് ഒരു കാലത്ത് കത്തിപിടിക്കുന്നിടത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതിനകത്ത് കൈക്കും കാലിനും തലയ്ക്കും വില പറയുന്നതിനകത്ത് അന്ന് വാള് മഴുവെടുത്തവൻ്റെ കയ്യിൽ ഇന്ന് തിരുവചനമെടുക്കുവാൻ സത്യത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിച്ചെങ്കിൽ ആര്യനാട് ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല. മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹത്തിൻ്റെ പടവുകൾ ചൂട്ടിക്കൊടുക്കുന്ന സത്യജീവന്റെ മൊഴിമുത്തുകളായി ഇന്ന് രാത്രി ഞങ്ങൾ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി താങ്കളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പി ആട്ടുംകുട്ടിയുടെ വലിയ രക്തത്തിന് കഴിയും. 2ാം രാത്രിയും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. പുളിമൂട് ആര്യനാട് ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ, സ്വോത്രകാഴ്ചകൾ, ഉരുളലുകൾ ഒന്നും വേണ്ട. മകനെ മകള് നെഞ്ചത്ത് കൈവച്ച് യേശു രക്ഷകൻ, യേശു കർത്താവ്, രാജാതി രാജാവായി മടങ്ങി വരും കൊണ്ട് വിശ്വസിച്ചു വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ള ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും, ഒരു പാട്ട് പാടും. 3 വാക്യങ്ങൾ എലോൺ മസ്ക് മൈക്രോചിപ്പുമായി നമ്മളെ ഒരുവന്റെ കയ്യിലേക്ക് കൊണ്ട്. ഇനിയുള്ള വാക്യങ്ങൾ വളരെ നിർണായക. മക്കൾ പാടുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ കാഴ്ച മാത്രം വോളണ്ടിയേഴ്സ്. നമ്മുടെ കൺവെൻഷന് നിങ്ങൾ നന്മ കൊടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ വന്ന് അനുഗ്രഹിക്കും. ഗാനം പാടുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാം. യെസ്. ഹല്ലേലൂയ. പ്രൈസ്. ഹല്ലേലൂയ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്ക
തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുഴയിൽ പ്രിയ പ്രാണനഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വിളിച്ചതാണേ. നോവിലുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഹിതം. എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഹിതം. ഏകതനയനെ ആദരിയാതന്മേ ചെയ്ത കൃപാസാഗരം. ഏകതനയനെ ആദരിയാതന്മേൽ ചെയ്ത കൃപാസാഗരം. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ തന്നുയിർ തന്നതാണേ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, ക്രൂശതിൻ കാൽവരിയിൽ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, ക്രൂശതിൻ കാൽവരിയിൽ. നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിന്. നൊന്തു പിടഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിന്. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ. നെഞ്ചിലവൻ നിന്നെ വിളിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ഓ
തന്നുയിർ തന്നതാണേ, ഓ തന്നുയിർ തന്നതാണേ. എല്ലാ കരങ്ങളും തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് പരമയാഗമായി അവൻ്റെ ചങ്കില ചോരയാൽ നമ്മളെ വീണ്ടെടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഗാനമാ ബ്രദർ സജി പാടിയ. ദൈവം മകനെ ബലപ്പെടുത്തട്ടെ. 7 കാര്യങ്ങൾ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് വരുന്ന മൈക്രോചിപ്പ്, സഞ്ചാർ സാഥി ആപ്പ്, സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകുവിനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യ നീതി ആയോഗ് ആധാർ വന്നപ്പം പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ എടുക്കണ്ടെന്ന്. ഇന്നത് മാറി, എല്ലാത്തിനും ആധാറായി. കുഞ്ഞ് ജനിച്ചാൽ ആധാർ, സ്കൂളിൽ ആധാർ, പാസ്പോർട്ട് ആധാർ, ലൈസൻസ് ആധാർ, ബാങ്ക് ആധാർ, സബ്സിഡി ആധാർ, പ്രമാണം എഴുതിയാൽ ആധാർ, സകലതും ആധാറായി. ഇതെല്ലാം അന്ത്യകാലമാണ്. ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാം. അപ്പച്ചൻ മരിച്ചാലും വഴിയാധാരമായ ആധാർ. അതെന്താ കാര്യം എന്നറിയാമോ? മക്കൾ അപ്പച്ചൻ മരിച്ചാലും 1 വർഷം പഞ്ചായത്തിൽ പറയത്തില്ല, സൊസൈറ്റിയിൽ നിന്ന് പെൻഷൻ കൊണ്ടുവന്ന വാസുവിന് 100 രൂപ മൊബൈൽ ചാർജ് ചെയ്യാൻ കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. അത് മലയാളിയെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പച്ചൻ്റെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ഒറ്റ വെട്ട് കീക്കി കൂക്കു എല്ലാം തീർന്നു. റെഡിയായില്ലയോ? ആധാർ. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞപ്പോൾ ATM-നകത്ത് 4 മൈക്രോ ചിപ്പായി. അതാ നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. അടുത്തത് ആനയുടെ വാലയിൽ മൈക്രോ ചിപ്പ്. പണ്ട് ആരെങ്കിലും പറഞ്ഞാൽ പറയും ഇതൊക്കെ സത്യമാണെന്നൊന്ന്. സ്വോത്രം. പണ്ട് നമ്മുടെ ഇവിടെ പുളിമൂടിലും അപ്പുറത്ത് ഉഴമലയ്ക്കലും അമ്പലത്തിൽ ആനയെ കൊണ്ടുവരുമ്പോൾ വല്ലവർക്കും വല്ല വിഷയമുണ്ട്, ആന വന്ന് തടംപെടുക്കുക. ഇന്ന് നടക്കത്തില്ല. പോലീസ് ഓഫീസർ ആദ്യം ചോദിക്കും മൃഗ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. ആനയുടെ വാലിലൊരു മൈക്രോ ചിപ്പുണ്ട്. അതിനൊക്കെ കമ്പ്യൂട്ടർ കൊണ്ട് സ്കാൻ ചെയ്യും. ഇതാണ്ട് എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, ഇതിൻ്റെ വില എവിടെ ചെന്നാലും കമ്പ്യൂട്ടർ കാണിക്കുന്ന പോലെ ആനയുടെ ബ്ലഡ് പ്രഷറും കാണിക്കും, ഞരമ്പുകളുടെ സമ്മർദ്ദവും മൃഗ ഡോക്ടർ കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നെങ്കിൽ ആനയുടെ തടംപെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആനയുടെ വാലയും മൈക്രോ ചിപ്പ് ഇതിലാകുന്നവർക്കായി. ഈ അടുത്ത സമയം ഈ കോതയാറ് നിങ്ങളുടെ തൊട്ടടുത്ത് ഈ ബിദിര കഴിഞ്ഞങ്ങോട്ട് വരുമ്പോൾ പൊന്മുടി കഴിഞ്ഞ് കോതയാറിൽ അരിക്കൊമ്പൻ നിപ്പുണ്ട്. മലയാള മനോരമയിൽ അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നൊരു ഫോട്ടോ. ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ അരിക്കൊമ്പൻ മാനസാന്തരപ്പെട്ടോ, ഇപ്പം എന്താണ്ട ഫോട്ടോ എടുക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ, അരിക്കൊമ്പനൊന്നും മാനസാന്തരപ്പെട്ടേ. മനോരമക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് അവൻ കളയും. സ്വോത്രം. അരിക്കൊമ്പൻ്റെ വാലയിലെ കുറച്ചിപ്പോൾ സാറ്റലൈറ്റ് വഴി എടുത്ത ഫോട്ടോയെ അരിക്കൊമ്പൻ. അങ്ങനെയെങ്കിൽ ആനയെപ്പറ്റി പറയുമ്പോൾ ആര്യനാടുകാർ ഒരു മനസ്സിലാക്കണം, ഒരാനയുടെ തൂക്കം എത്ര? 4000 കിലോ. പെരിയാന മേയ്ക്കുന്നതാര്? ഉടമലയ്ക്കല ഉത്തമൻ ചേട്ട്. എത്ര കിലോ? 55 കിലോ. ചുള്ളിപടി, കയ്യിലൊരു കുപ്പി, ലെഫ്റ്റ് റൈറ്റ്, നെടുമങ്ങാട് കുറ്റിച്ചൽ. കരമുയരുന്നില്ലല്ലോ. 4000 കിലോ ഉള്ള ആനേനെ മേയ്ക്കുന്നത് ഉടമലയ്ക്കൽ ഉത്തമൻ ചേട്ടൻ. 55 കിലോ വിറ്റ്, കൈ ചുള്ളിപടി, ഇൻഡിക്കേറ്റർ വേണ്ട, ലൈറ്റും വേണ്ട, ഒറ്റ പോക്ക്, നെടുമങ്ങാട് കുറ്റിച്ചൽ. അപ്പോൾ മനുഷ്യന് ഉണ്ടാക്കിയതാരാ? മനുഷ്യൻ കുരങ്ങല്ല, ചിമ്പാൻസിയല്ല. അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അടുത്തുകൂടെ കേട്ടാട്ട് ആധാർ കഴിഞ്ഞു. അടുത്തതിൻ്റെ ശേഷം ഇതാ വരുന്നു പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്. എല്ലാ പാസ്പോർട്ടിനകത്തും മൈക്രോ ചിപ്പ്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. വിരാട് കോഹ്ലിയാണ് ഇതിനു വേണ്ടി വന്നത്. RFID പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്. ഇതാ കിടക്കുന്നു റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. 5-മത്തെ കാര്യം, നിങ്ങളുടെ കാറിനകത്ത് മുഴുവൻ ഇപ്പം പുറത്ത് കിടപ്പുണ്ട് ഫാസ്റ്റാഗ്. എല്ലാവരും വിചാരിക്കുന്ന ടോള് കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ മക്കളെ, MRI സ്കാനിനേക്കാളും വലിയ ബാർകോഡാ അത്. ഈ ബാർകോഡ് രക്ഷപ്പെട്ട ഒരാളെ ഉള്ളൂ. ഭാഗ്യവാൻ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കൊടകര കുഴൽപ്പണ കേസ് മനസ്സിലാകുന്നവർക്കായി. കാറിനകത്ത് നോട്ടുള്ളവരും ക്യാമറ വഴി കിട്ടിയതാ, ക്രൈംബ്രാഞ്ച് പൊക്കിയതാ. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാർ പറയും, അന്നേരം മുഖ്യമന്ത്രി പറയും കൊടകര വേണോ വേണ്ടയോ, ആരും മിണ്ടത്തില്ല. മനസ്സിലാകുന്നവർക്കായി. എത്ര ഭാഗ്യവാന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാ കൊടകര പൊങ്ങാത്ത. സുരേന്ദ്രൻ ചേട്ടൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം മോനെ പിടിച്ച് കസ്റ്റഡി കൊണ്ടുപോകും. കേസ് ക്യാൻസലാക്കിയിട്ടില്ല. സ്വോത്രം. ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ ജോൺ ബ്രിട്ടാസ. അതെല്ലാം ഭയങ്കര കളികളാണ്. അത് വെച്ചിട്ട് 6-മത്തെ കാര്യം, ഇതാ വരുന്ന QR കോഡ്. കോവിഡ് കഴിഞ്ഞപ്പോൾ ആര്യനാട് സോമൻ ചേട്ടൻ്റെ ചായക്കട. ഒരു ചായ, ഒരു പരിപ്പോട, കീ കൂക്കു 20 രൂപ കട്ടായി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതിനി വരാൻ കൈമേലും നെറ്റിമേലും. അപ്പം ഉണ്ടോ? എല്ലാ ബന്ധുക്കോസുകാരും കേട്ടോണം. 2017 ശശിഭർത്തർ വിട്ടിരിക്കുന്നു. കാട്ടാക്കടയിൽ കട്ടക്കോട് റോട്ടിൽ ഞാൻ പ്രസംഗിച്ച എല്ലാവരും കൈവച്ച് റേഷൻ മേടിക്കുമെന്ന്. അന്ന് കാട്ടാക്കടക്കാർ പറഞ്ഞതാ
ഞാൻ പഠിച്ച് എൻ്റെ തലേനെ നട്ടെന്തോ ലൂസായെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം മനസ്സിലാക്കുന്നവർക്കായി. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച 2 പിള്ളേർ UST ഗ്ലോബൽ, തിരുവനന്തപുരം UST ഗ്ലോബൽ എഞ്ചിനീയർമാർ. അവരാ എന്നോട് പറഞ്ഞ, പാസ്റ്റർ ഞങ്ങൾ റേഷൻ കാർഡ് വെച്ച് കൈവച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, റേഷൻ മേടിക്കുക. ഞാൻ ചോദിച്ചു, മോനെ വല്ലതും നടക്കുമോ? അപ്പോഴാ പറഞ്ഞ്, നമ്മുടെ ഈ മെഷീനകത്ത് കൈ കൊടുത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഈ പോസ് കൈവച്ച റേഷൻ മേടിക്കുമെന്ന്. 2017 ഞാൻ കട്ടക്കോട് പ്രസംഗിച്ചപ്പം പറഞ്ഞ് കൈവച്ച റേഷൻ മേടിക്കുമെന്ന്. ആൾക്കാർ പറഞ്ഞ് നട്ട് ലൂസായെന്ന്. കോവിഡിന് തൊട്ട് മുമ്പിട്ട് പൂഞ്ഞാങ്കോട്, കട്ടക്കോട് ചാമവിള വഴി വരുന്ന പൂഞ്ഞാങ്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ദൈവനാമത്തെ റേഷൻ കട അടുത്തുണ്ടായിരുന്നു. നോക്കിയപ്പോൾ സോമൻ ചേട്ടന് പൊന്നമ്മാമ്മ കൈമുദ്ര 4 കിലോ 3 കിലോ 2 കിലോ 1/2 ലിറ്റർ. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ സ്വത്രം. അപ്പം കൈമുദ്ര ഇടുവോ? ഈ ബൈബിൾ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ കൈമുദ്ര ഇടുന്നു. ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്ത് ഉണ്ടോ? ഇന്ന് രാത്രി ഞാനിവിടെ കൺവെൻഷൻ വന്നു, എൻ്റെ റേഷൻ രായ്ച്ചാന് കൊടുത്തു, രായ്ച്ചാൻ്റെ റേഷൻ കാർഡ് വിറ്റോയ്ക്ക് കൊടുത്തു, വിറ്റോടെ സജിബ്രദറിന് കൊടുത്തു, സജിബ്രദറിൻ്റെ റേഷൻ കാർഡ് കീബോർഡ് വായിക്കുന്ന മോന് കൊടുത്തു. ഞങ്ങൾ റേഷൻ കട റേഷൻ പോയി കാർഡ് മാറ്റി നമ്പരുമായിട്ട് കൈവച്ച റേഷൻ കിട്ടുമോ? പെങ്കൊച്ച് തമിഴ് ഭാഷ പറയും, അയ്യാ ഏമാത്തി കാണിക്കാതെ സ്ഥലം വിടാൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ കൈക്കകത്ത് രേഖ വരച്ചിട്ടുണ്ട്. ആരാ രേഖ വരച്ചത്? ഇതാ ഞങ്ങളുടെ ബൈബിൾ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്, കരമുയർത്തുന്നവർക്ക് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് എല്ലാം ഒരുക്കിയെങ്കിൽ, ഇന്ന് രാത്രി അച്ചായ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാലും അവൻ്റെ കരം നിന്നെ തേടിയെത്തും. പാതാളത്തിനകത്ത് കടക്ക വരിച്ചാലും അവൻ്റെ കരം നിന്നെ തേടിയെത്തും. ഇന്ന് രാത്രി ആരാ, എത്ര പേർക്ക് വിശ്വാസം? ഇവിടെ ഭൂകമ്പം വരട്ടെ, അമ്പൂരിയിലെ മല ഇടിയട്ടെ, നിന്റെ വീട് വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ. ആരാ ദൈവം? ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. അമ്മമ്മ കരമുയർത്തി പറയണം, ആ ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാത്തു. 2026 ജനറൽ കൺവെൻഷൻ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും. എന്നാലും അതൊന്നും അവനോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി മേലും ആണലുമേലും നീ ചവിട്ടും പെരുമ്പാമ്പിനെയും മതിച്ചു കളയും. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി അതുകൊണ്ട് കരമുയർത്തണം. ആനുവൽ കൺവെൻഷൻ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച ന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. പിശാചി നടുങ്ങട്ടെ. ഇന്ന് രാത്രി പറ, ബാലസിംഹങ്ങൾ വിറകിട്ടത് വിശന്നിരിക്കും, എന്നാൽ പുളിമോട് ഗ്രൗണ്ടിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരാതെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ഇന്ന് രാത്രി നമ്മുടെ ദൈവം ആര്? 10,000 മീൻ കെട്ടി പറയുന്ന ഗലീല കടലിനകത്ത് മത്സ്യത്തിനകത്ത് ചതുരമ്മ പണത്തെ വെച്ചിട്ട് ഒരു സ്കാൻ പോലും അടിക്കാതെ തൻ്റെ ഭക്തന് വേണ്ടി കരങ്ങളിൽ കൊടുത്തവൻ ആ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇനി റേഷൻ കാർഡിന് വേണ്ടി ഇവിടെ ഈ പോസ്റ്റ് വള്ളക്കടവ് ഡൽഹി വരെ പോയി 4 കിലോ 3 കിലോ ഈ കൈവച്ച ഒറ്റ എണ്ണ എടുത്ത് മന്ത്രവാദിയുടെ കൈ കൊടുക്കുക. ഇന്ന് രാത്രി തത്തവന്റെ കൈ കൊടുക്കരുത്. കുഞ്ഞ്, നീ കൈവെക്കുമ്പോൾ നിന്റെ കൈരേഖ കണ്ട് തിരുവനന്തപുരം വള്ളക്കടവിൽ ഫിംഗർ പ്രിന്റ് ഡൽഹി വരെ പോയി 4-3 കിലോ ഈ പോസ് അടയാളം പരിശോധിക്കുന്ന നിനക്ക് സെക്കൻഡ് കൊണ്ട് െങ്കിൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. കരമുയർത്ത അവനറിയാതെ എന്റെ തലയിലെ ഒരു മുടാര് പോലെ താഴെ വീഴുന്നത്. അങ്ങനെയെങ്കിൽ QR കോഡ് മാറുന്നു. വരുന്നു എലോൺ മസ്ക്. 7 കാര്യം പറയുമ്പോൾ നിർത്തും. എന്താ അതിന്റെ പ്രത്യേകത? 2016 ഒരുവൻ കയറി. ആരാ? അമേരിക്കയിൽ ന്യൂറോലിങ്ക് ഇന്റർനാഷണലിന്റെ സാറ്റലൈറ്റ് സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ. അവൻ പറഞ്ഞു, മനുഷ്യന്റെ മൈക്രോ ചിപ്പ് കൊടുത്താൽ കാര്യങ്ങൾ എളുപ്പം. ആസ്പദമായി ദാണ്ട് തിരുവനന്തപുരം എയർപോർട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാം? പണ്ട് ബോർഡിംഗ് പാസ് വേണം, എല്ലാ പാസും വേണം, ഒരു പാസും വേണ്ട. അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പ്രതലം. ദാണ്ട് ഈ ബാർകോഡ് കഴിയുമ്പോൾ തന്നെ തുറന്നു വരും. അവസാനം ചെന്ന് സെക്യൂരിറ്റിയുടെ ശരീരം പരിശോധിച്ചാൽ മതി, ഡോറുകൾ തന്നെ തുറക്കും. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ എയർപോർട്ട് ഇതുപോലെയല്ല, കൈ കൺസ്ക്രീനിൽ കാണിച്ചാൽ വാതിലുകൾ തുറന്നു വരുന്നു. അന്ത്യദിനം ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണ കൈമേലും നെറ്റിമേലും മുദ്ര. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 കമ്പനികൾ 7 കാര്യം പറഞ്ഞുതരും. ലോകത്തിൽ നടക്കാൻ പോകുന്ന വിപ്ലവമാണ്. 2 കമ്പനികൾ, മൊട്ടറോള, അത് കഴിഞ്ഞിട്ട് സീമൻസും പറയുന്നു, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പറയുന്നു, ഒരു മൈക്രോ ചിപ്പ്, ഒരു ബാൻഡേഡിനകത്ത് ഒരു ഫിലമെന്റും ബാറ്ററിയും കൊടുത്താൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങൾ കൈക്കകത്ത് ചുറ്റിയെടുക്കാം. അതിൻ്റെ പേര്
മൈക്രോ നീഡിൽ പാച്ച്. അതിനെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടാൽ മനുഷ്യൻ്റെ ചലനങ്ങൾ അറിയാം. അതാ സഞ്ചാർ സാധ്യതയുടെ തുടക്കം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ. ഇതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ തല ടൊറൻഡോ വരെ എത്താം. അതാ ബുദ്ധിശക്തി. അങ്ങനെയെങ്കിൽ ഇതിനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കാത്തതിന് ചില അമ്മമാർ സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റം പറയത്തില്ല. കൊച്ചുകൊണ്ട് തലേ മണ്ണാങ്കട്ടയത്ത് കളിമണ്ണെന്ന് അങ്ങനെ പറയരുത്. സ്വോത്രം, അവൻ പഠിക്കാത്തതിനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ മനുഷ്യൻ്റെ ചലനത്തെ രേഖപ്പെടുത്താം. ഇലോൺ മസ്ക് അവൻ്റെ ആ സാറ്റലൈറ്റ് ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ അവൻ ലോകം ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുവരാൻ പോകുന്നു. 7 കാര്യങ്ങൾ തലച്ചോറിന് കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കാം, മൈക്രോ ചിപ്പ് വഴി. അതിൻ്റെ പേര് കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം: എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. 7 കാര്യം ഒരു മൈക്രോ ചിപ്പ് ലോകം ഒരുവൻ്റെ കയ്യിൽ. വായിക്കാം വെളിപ്പാട് 13:10. 7 കാര്യങ്ങൾ വായിച്ചിട്ട് മോനെ. വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സകലരെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരുന്നു. അടുത്തത് വാളാൽ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അടുത്ത വാക്ക് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഇനി ഒറ്റ വാക്കുകൂടെ വായിച്ചാൽ മതി. ഇതാണ്ട് എല്ലാവരും കാണണം, ലൈവും കണ്ടോണം. കുഞ്ഞുങ്ങളെല്ലാം കാണാം. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. കയ്യിലൊരു മൈക്രോ ചിപ്പ് വെച്ചിട്ട് സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുത്താൽ ഒരുവന്റെ രേഖകൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു. പണ്ട് ഞാനിവിടെ വന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, പാസ്റ്റർ എന്താ പറയും? നമ്മുടെ മൈക്ക് ഉപയോഗിക്കുന്ന സഹോദരങ്ങൾ പണ്ട് രാഴ്ചാൻ അവരെ സൗണ്ടിന് വിളിച്ചു, നല്ലൊരു പാട്ട് CD ഇട്ടു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആ സഹോദരൻ രാഴ്ചാൻ്റെ അടുത്ത് പറഞ്ഞ് നെടുമങ്ങാട് ഡീസൽ മേടിക്കാൻ പോയിട്ട് വരാം. സ്വോത്രം. അവൻ പാവം ഒടമലക്കൽ എന്നപ്പോൾ പാട്ട് കട്ടായി. രാഴ്ചാന് നെഞ്ചുവേദന. നാട്ടുകാർ ഫോൺ ചെയ്ത് കൺവെൻഷൻ ഉണ്ടോ, റെക്കോർഡ് കേൾക്കുന്നില്ല. സ്വോത്രം. അങ്ങനെ വിളി. സ്വോത്രം. ഇപ്പോഴങ്ങനാന്നോ? നമ്മുടെ മോൻ അമ്മിണി സിസ്റ്റർ ബ്ലൗസെ കുത്തുന്ന ഒരു പെൺഡ്രൈവ് ഒറ്റ കുത്ത്. പിന്നെ അവൻ നെടുമങ്ങാട് ബിദുരയും പാലോടും പോയിട്ട് വന്നാലും പാട്ട് തീരിയല്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു ഫിലമെന്റ് കുത്തിയാൽ. അങ്ങനെയെങ്കിൽ കൈക്കകത്തൊരു മൈക്രോ ചിപ്പിനകത്തൊരു ഫിലമെന്റ് വെച്ചാൽ നിങ്ങളുടെ QR കോഡ് 20 രൂപ പരിപ്പോടാ ചായ അക്കൗണ്ടിലായിരിക്കുന്നു. പോകാം മനസ്സിലാകുന്നവർക്കായി. അതുപോലെ മുഴുവൻ ഒരുവന്റെ കമ്പിൽ കൊണ്ടുവരാം. അതിന്റെ പേര് അതാണ്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. ഇതാ സഞ്ചാർ സാത്തി വരാൻ പോകുന്നു മനുഷ്യന്റെ കയ്യിലേക്ക്. അങ്ങനെയെങ്കിൽ 7 കാര്യം നടക്കും. ഇത് കേൾക്കുമ്പോൾ അവസാനിക്കും. ബാക്കി മറ്റൊരിക്കൽ. പ്രസംഗം തീരുന്നില്ല, എത്ര പ്രസംഗം കിടക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ? എലോൺ മസ്ക് ഇന്ന് ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ഈ പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ അടിച്ചു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചിപ്പ് വച്ചാൽ ശരീരം പ്രതികരിക്കും. ഏത് മരുന്ന് വേണം? ഇതാ കിടക്കുന്നു. ലോകം ടെലിപ്പതിയിലേക്ക്. ഇതാണ്ട് ലോകം ടെലിപ്പതിയിലേക്ക് മൈക്രോ ചിപ്പ് ഇതാ കിടക്കുന്നു. എലോൺ മസ്ക് മലയാള മനോരമ മസ്തിഷ്കത്തിൽ ചിപ്പ് ന്യൂറോലിങ്ക്. പക്ഷാഘാതം പിടിച്ച ഒരു ചെറുക്കൻ്റെ ശരീരത്തിൽ ചിപ്പ് വെച്ചു. അപ്പം തലച്ചോറ് പ്രതികരിച്ചു. അവൻ ഇന്ന മരുന്ന് വേണമെന്ന്. ടെസ്റ്റ് എടുക്കണ്ട, ചിപ്പ് പറഞ്ഞു. അവന് മരുന്ന് കൊടുത്തു. ഇതാ കിടക്കുന്നു. അവൻ ചെസ് കളിച്ചു, എഴുന്നേറ്റ്. 8 വർഷം പക്ഷാഘാതമായി സ്ട്രോക്ക് വന്ന് കിടന്നവൻ എഴുന്നേറ്റിരുന്നു. മൈക്രോ ചിപ്പ് മരുന്ന് കൊടുത്തു. അതാണ് ഞങ്ങളുടെ ബൈബിൾ. ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ്. ഇതാ ഞങ്ങളുടെ യോഹന്നാൻ പറഞ്ഞത്. അന്നാളിൽ കൈമേലും നെറ്റിമേലും മുദ്ര. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പുളിമോടിനോട് പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട് ഉപദേശിപ്പെട്ടുവോ? എന്നാൽ ഞങ്ങളുടെ ബൈബിളിലെ പ്രവചനങ്ങൾ നിവർത്തിയായി. ഒന്നാമത്തെ കാര്യം. 7 കാര്യം കേട്ടോണം ചെറുപ്പക്കാർ. പിന്നെ ലൈവും കേട്ടോണം, നിങ്ങൾക്ക് വേണ്ടിയാവും. രണ്ടാമത്തെ കാര്യം, ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. നമ്മുടെ ശരീരത്തിൽ പലർക്കും 10 വർഷം മുമ്പേ ക്യാൻസർ കാണും. സൗരമാർക്ക് സമൂര്യമാർക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൊണ്ട് അറിയാത്ത ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് നേരത്തെ കാണും. അന്നേരം അച്ചായ അമ്മാമ്മയോട് പറയും നെഞ്ചുവേദന. അമ്മാമ്മ പറയും ഇഞ്ചി വെള്ളം കുടിച്ചാൽ മതി എന്ന്. എൻ്റെ പൊന്നച്ചായ നെഞ്ചുവേദന ഇഞ്ചി വെള്ളം കുടിക്കാതെ കോവിഡ് കഴിഞ്ഞിട്ട് 100 രൂപയ്ക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം? ഇതെടുക്കണം, ECG. അല്ലാതെ ഇഞ്ചി വേദന എന്ന് പറയുന്നത് കോവിഡിൻ്റെ ബൈ എഫക്റ്റ് ഒതുവാണ്. അങ്ങനെയെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പലരും കാണും. അങ്ങനെയെങ്കിൽ 15 വർഷം വരെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് ഈ ചിപ്പ് വച്ചാൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സാധനത്തിൻ്റെ വില, നിങ്ങൾ മൊബൈലിൽ മെസ്സേജ് വന്നപോലെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചലനം ലാപ്ടോപ്പ് കാണിക്കും. അതിന് ഇന്ന് എലോൺ മസ്ക് പറയാം ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. ഒരാൾക്ക് 15 വർഷം കൂടെ ആയുസ് കിട്ടുമെന്ന്. അപ്പോൾ ആര് ചിപ്പ് വെക്കും? നിങ്ങളാണോ ചിപ്പ് വെക്കുന്നത്? ഞങ്ങളെപ്പോലെ രാത്രി കവർ മേടിക്കുന്ന ഉപദേശിമാരും അറിയാതെ ചിപ്പ് വെക്കും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. 15 വർഷം കൂടെ പ്രസംഗിച്ചാൽ കാശ് കിട്ടും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. ടെക്നോ പാർക്ക് വലിയ വലിയ കമ്പനികൾ. ഏതൊക്കെ കമ്പനികളോ? പിന്നെ നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്. അവിടുത്തെയൊക്കെ ശമ്പളം എത്ര? 7-8 ലക്ഷം രൂപ. നല്ല മാനേജർമാരുടെ PR ഓണർക്കൊരു സംശയം. എന്താ സംശയം?
അവൻ കൊട്ടേഷൻ മാറ്റുന്നോ വേറെ ആർക്ക് തിരിച്ചുവിടുന്നോ? അങ്ങനെയെങ്കിൽ ഓണർ അവനോട് പറയും, മോനെ മക്കളെ ഒരു ചിപ്പ് വെച്ചാട്ട് ആ ചിപ്പ് ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവൻ ആരോട് സംസാരിക്കുന്നെന്ന് സാറ്റലൈറ്റ് വഴി മെസ്സേജ് കൊടുക്കും. ലോകം വിപ്ലവത്തിലേക്ക്. മൂന്നാമത്തെ കാര്യം, അപ്പം നിങ്ങൾ പറയും പാസ്റ്റർ ഇതൊക്കെ നടക്കുമെന്ന്. പണ്ട് ബാങ്കിൽ നിന്ന് ഒരാഴ്ച ലോൺ എടുക്കും, കാറ് മാരുതി. 28-ാം തീയതി ആകുമ്പോൾ സുനിമോൾ വിളിക്കും, അങ്കിള് 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്, പൈസ അടച്ചേക്കണം. അങ്ങനല്ലേ വിളിക്കുന്നത്. സ്വോത്രം. ഇന്ന് ഉപവാസം കഴിയുമ്പോൾ മൊബൈലിലൊരു മെസ്സേജ്, കീ കൂക്കു, ലാസ്റ്റ് ഡേറ്റ് 31, ഇല്ലെങ്കിൽ ഗുണ്ടുകാട് സാബു പുറകെ വരും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ നിർണായകമായി ഇന്നെല്ലാ വർക്കേഴ്സിനെ നോട്ട് ചെയ്യാൻ ഈ ചിപ്പ് കൊടുത്താൽ കമ്പനികൾ. നാലാമത്തെ കാര്യം, ഇവിടുന്ന് ഒരു അച്ചായനും അമ്മാമ്മയും നെടുമങ്ങാട് വഴി കൊട്ടാരക്കരയ്ക്ക് പോന്നു. 75 വയസ്സുള്ള അച്ചായൻ, അമ്മാമ്മ 70 വയസ്സ്. AI ക്യാമറ. നെടുമങ്ങാടുന്ന് നേരെ വെമ്പായം ചാടി ക്യാരറ്റ് എത്തിയപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് മൈക്രോചിപ്പ്. അച്ചായൻ്റെ ECG എടുത്തു. DDRC വേണ്ട, മെട്രോ സ്കാൻസ് വേണ്ട. നിങ്ങളുടെ മൊബൈൽ ഫൈൻ അയക്കുന്നോല് എന്തോ എടുത്തെന്നറിയാമോ? സെക്കൻഡ് കൊണ്ടെടുത്തു. പോലീസ് കൺട്രോൾ റൂമിൽ കൊടുത്തു. അച്ചായൻ ക്യാരറ്റ് കിളിമാനൂർ എത്തുന്നതിനോട് പോലീസ് വണ്ടി വന്നു. അച്ചായനെടുത്ത് പറഞ്ഞു, വണ്ടി ഒതുക്കണം, താങ്കൾ ഓടിക്കുവാൻ യോഗ്യനല്ല. സാറ്റലൈറ്റ് വഴി പിക്ചർ വന്നു, താങ്കളുടെ ECG ശരിയല്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ആശുപത്രിയിൽ പോകാം. വരുമോ? 4 മിനിറ്റ് കൊണ്ട്. അന്ത്യകാല സംഭവം. എന്താ ഇതിൻ്റെ പ്രത്യേകത? അപ്പം നിങ്ങൾ പറയും പാസ്റ്റർ ഇത് വല്ലതും നടക്കുമെന്ന്. AI ക്യാമറ. കാറ്റാക്കടക്കാരൻ ഒരു പയ്യൻ, സജി കേട്ടാട്ടെ, വിഴിഞ്ഞത്തുന്ന കല്യാണം കഴിച്ചത്. ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരൊരു ബുള്ളറ്റ് കൊടുത്തു. സ്വോത്രം. അവൻ കിള്ളിന്ന് അങ്ങോട്ട് പോയപ്പോൾ അന്തിയൂർ കോണത്ത് വെച്ചോ ബുള്ളറ്റ് വെച്ചോ പരിചയമുള്ളൊരു പെങ്കൊച്ചിനെ കണ്ട്. സ്വോത്രം. ആ സ്നേഹത്തിൽ. അപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു എവിടെ പോകുന്നത്? അവൾ ഒരു ശാസ്ത്രമംഗലത്ത് വന്ന്. മോള് കയറിക്കോളാൻ പറഞ്ഞു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തിരുമല കഴിഞ്ഞപ്പോൾ കട്ടകാലത്തിന് AI ക്യാമറ അടിച്ചു. സ്വോത്രം. ഈ പയ്യനും അറിഞ്ഞില്ല. ശാസ്ത്രമംഗലം എത്തുന്നതിനെ വിട്ട് ഭാര്യ ഫോൺ ചെയ്യുന്ന കിള്ളിയിലെ പയ്യനോട് എന്താ ചോദിക്കുന്നത്? ചേട്ട എന്നെയും കളഞ്ഞിട്ട് ഏത് പെങ്കൊച്ചുമായിട്ടാണ് കറങ്ങുന്നതെന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. AI ക്യാമറ. സ്വോത്രം. അവരുടെ സൗകര്യങ്ങൾ സൂക്ഷിക്കുക. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഹെൽമറ്റൂടെ കൈവച്ചേരയിലെ കുടുംബകലകം നടക്കും. മനസ്സിലാക്കുന്നവർക്കായി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ പണി മതി. സ്വോത്രം. എങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് വഴി എടുക്കും. അഞ്ചാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായി അഞ്ചാമത്തെ കാര്യം ഇന്ന് വരുന്നു. എന്താ സംഭവം? എയർപോർട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. എലോൺ മസ്ക് പറയുമോ? എലോൺ മസ്ക് ഇവരെന്തിന് വരുന്നു? കൊലപാതകത്തിന് വരുന്നു, കൊള്ളയ്ക്ക് വരുന്നു, മനുഷ്യനെ കൊല്ലാൻ വരുന്നു. എല്ലാവരെയും വിളിച്ചേർത്ത് ചോദ്യം ചെയ്യാൻ പറ്റൂ. പാസ്പോർട്ട് കൺട്രോൾ നടക്കത്തില്ല. ബാക്കിയൂടെ പറഞ്ഞുതരാം. എയർപോർട്ടിൽ നിന്ന് റൺവേയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദാണ്ട ലൈറ്റിനകത്ത് ചിപ്പ് വച്ചാൽ അവൻ്റെ തലച്ചോറ് കമ്പ്യൂട്ടർ വഴി ക്ലിയറായി ഊറ്റിയെടുക്കും. ദാണ്ട തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ബ്രെയിൻ മാപ്പിംഗ് പണ്ട് നടത്തിയത് കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കുക. അപ്പം രഹസ്യ പോലീസ് അവിടെ ഇരിപ്പുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച്. അവരെ ലാപ്ടോപ്പിൽ തലേ വരും. അവൻ തിരുവനന്തപുരത്ത് കൊള്ളയടിക്കാനോ മയക്കുമരുന്നിനോ വന്നത്. ആരും അറിയണ്ട. അനവധി പേര് നിരന്ന് വരുന്നിടത്ത് രഹസ്യ പോലീസ് പ്രതിയെ കൈപ്പിടിച്ച് അവനെ അങ്ങ് അകത്ത് കൊണ്ടുപോകും. ലോകരാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഈ ചിപ്പ് വേണം. മനസ്സിലാകുന്നവർക്കായി ദുബായിൽ ലക്ഷങ്ങൾ വരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരാഴ്ച 45,000 പേരാ വരുന്നത്. ഇവരെന്തിന് വരുന്നെന്ന് അവർക്കറിയത്തില്ല. കൊച്ചിയിൽ 1,00,000 പേര് വരുന്നു. അപ്പം എലോൺ മസ്ക് പറയുന്നു ഈ ചിപ്പ് വച്ചാൽ കൊലപാതകമില്ലാത്ത ലോക സേഫ്. ആറാമത്തെ കാര്യം കേട്ടാട്ടെ, നമ്മുടെ ഇന്നത്തെ BJPയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം നേരത്തെ IT മന്ത്രിയായിരുന്നു. IT മന്ത്രി ആയിരിക്കുമ്പോൾ AIയുടെ കോൺഫറൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺഫറൻസ് ബ്രിട്ടനിൽ വെച്ച് അന്ന് ഈ എലോൺ മസ്ക് പറഞ്ഞെന്തോ, മോഡി സാറിനോട് പറയണം ഇന്ത്യ 150 കോടി ജനം, വ്യത്യസ്ത ഭാഷ, ഇത്രയും വലിയൊരു രാജ്യം, ഇവരെയെല്ലാം ഒരു സാറ്റലൈറ്റിൽ കൊണ്ടുവന്നാൽ ഇവിടെ അക്രമം നടക്കത്തില്ല, കൊലപാതകം നടക്കത്തില്ല, നുഴഞ്ഞുകയറ്റം നടക്കത്തില്ല, കമ്പിവേലി കൂടെ ആരും കാശ്മീർ തീവ്രവാദികളും കയറത്തില്ല. ഇത് നല്ലത്. ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ഇവിടുത്തെ ബാങ്കുകൾ. ഇതുകൂടെ കേട്ടിട്ട് അവസാനിപ്പിക്കാം. ഇവിടുത്തെ ബാങ്കുകളെല്ലാം തട്ടിപ്പില്ലയൊന്നും. നമ്മുടെ ഒരു സഹോദരി പിന്നെ ആര്യനാട് പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ പൈസ എടുക്കാൻ ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടും. ജനാസനം. സൗകര്യം കാണാനല്ല, കിട്ടിയ കാശടിച്ചുകൊണ്ട് വരാം. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. തിരുവനന്തപുരം ആൽത്തറ വെള്ളയമ്പലം നൈജീരിയക്കാർ വന്ന് ക്യാമറ വെച്ചു, കള്ള ക്യാമറ, സ്കിമ്മർ. അതാ ATM തട്ടിപ്പ്. അതുകൊണ്ടല്ലേ ഇന്ന് മൊബൈലിനകത്ത് റിംഗ് ടോൺ. മേഘം പൂത്ത് തുടങ്ങി, മോഹം പെയ്തു തുടങ്ങിയതല്ല. ലോട്ടറി അടിച്ചു, KYC. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പിൻ നമ്പർ. എല്ലാവരുടെയും പൈസ തട്ടിക്കൊണ്ടു. ഡിജിറ്റൽ തട്ടിപ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് ബാങ്കുകൾ, കാനറ ബാങ്ക് പറയുന്നു, SBI പറയുന്നു, ഫെഡറൽ ബാങ്ക് പറയുന്നു, കയ്യിൽ ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ ഇനി പൈസ വേണ്ട. നിങ്ങളുടെ ബാർകോഡ് കാണിക്കണ്ട, ഇത് കാണിച്ച് വഴികൾ തുറക്കുക. പൈസ ട്രാൻസ്ഫർ ചെയ്യാം. കയ്യിൽ ചിപ്പ് കാണിച്ചിട്ട് സ്ക്രീൻ ഓൺ ആയാൽ ബാക്കി ഞെക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ATM വേണ്ട.
പാസ്വേഡ് വേണ്ട. കയ്യിൽ മൈക്രോ ചിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് മനുഷ്യന് ട്രാൻസാക്ഷൻ നടക്കാം. കൊള്ള അവസാനിപ്പിക്കും, കൊലപാതകം അവസാനിപ്പിക്കും, ബാങ്ക് തട്ടിപ്പ് അവസാനിക്കും, ഡിജിറ്റൽ അറസ്റ്റ് അവസാനിപ്പിക്കും, അക്കൗണ്ടിൽ നിന്ന് പൈസ മോഷണം അവസാനിക്കും. അങ്ങനെയെങ്കിൽ ലോകം വരവേൽക്കാൻ പോകുന്നു എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ്. അതിന് തുടക്കമാണ് സഞ്ചാർ സാത്തി ആപ്പ് വന്നപ്പോൾ ആപ്പിളിന്റെ മൊബൈൽ ഫോൺ കമ്പനി ഇന്ത്യയിലെ വരിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ സകല വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോകാൻ സാധ്യത. അതായി കോവിഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഐഡികൾ മുഴുവൻ കൊണ്ടുപോയി. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ മൊബൈൽ ഉപയോഗിക്കുന്നവരാ, ചില സംഭവം ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും യു ആർ വില്ലിംഗ് ദിസ് കാൾ വൈൽ ദിസ് ആപ്പ് ഈസ് യൂസ്ഡ് വിങ്കിളി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്നു തരാം. അങ്ങനെയെങ്കിൽ ഇത് വന്നാൽ മനുഷ്യന്റെ രേഖകൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു. ഒരു ഗവൺമെന്റ്, ഒരു ലോകം, ഒരു മൈക്രോ ചിപ്പ്. അതാ എലോൺ മസ്കിന്റെ പുതിയ കമ്പനി സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ ന്യൂറോലിങ്കുമായി കിടക്കുന്നു. സ്വോത്രം. അജി ബ്രദർ ഇവിടെ ലൈവ് കൊടുക്കുന്നു, കേട്ടോണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം നിർത്തിത്തരാം. കഴിഞ്ഞ ദിവസം ഇടുക്കി കോഴിക്കാനത്ത് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ തോട്ടം മേഖലയാണ് ലൈവ്. പണ്ടൊരു പയ്യൻ OB വാനുമായിട്ടാണ് ലൈവ് കൊടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു അരിസ്റ്റോക്രാറ്റിൻ്റെ പെട്ടിമാട്ട് ചെറുപ്പക്കാരൻ ലിനു, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന ചിലപ്പം വല്ല പെട്ടി എനിക്ക് തരാനാണ്. ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ്, അജി വെച്ചിരിക്കുന്ന പോലെ ദൂരെ കൊണ്ട് ഒരു കൊച്ചു പെട്ടി, ആ മരത്തെ കെട്ടി വെച്ചേക്കുന്ന 2 ചെകുത്താൻ്റെ മുള്ളു കണക്ക് 2 എണ്ണവും കൂടെ. സ്വോത്രം. ഞാൻ ചോദിച്ചു, മോനെ ഈ പെട്ടി എവിടെ നിന്ന് കിട്ടി? പാസ്റ്റർ അറിഞ്ഞില്ലയോ? എലോൺ മസ്കിൻ്റെ പെട്ടി ഇപ്പം റിലയൻസുമായിട്ട് മിങ്ക് ചെയ്ത് ഞാൻ ലൈവ് കൊടുക്കുക. ഞാൻ ചോദിച്ചു, വണ്ടി എന്നേ വിറ്റ് കാശ് മേടിച്ചു? സന്തോഷമില്ലല്ലോ. ഞാൻ ചോദിച്ചത് എത്ര രാജ്യത്ത് പോകും? 110 രാജ്യത്ത് ഒരേ സമയം പ്രസംഗം എത്തുമെന്ന് മനസ്സിലാകുന്നവർക്കായി. ഇടുക്കി കോഴിക്കാനത്ത് ഏവീറ്റിയുടെ തോട്ടത്തിൽ പ്രസംഗിച്ചത് 110 രാജ്യം. എലോൺ മസ്കിൻ്റെ പെട്ടി. അതുകൊണ്ട് റിലയൻസും അത് കഴിഞ്ഞിട്ട് എയർടെല്ലും ഇന്ന് നല്ല സ്പീഡ്. അതുകൊണ്ടല്ലോ ആര്യനാട് സുമതി ചേച്ചി ചേട്ടനോട് പറയത്തില്ല, ഇപ്പം നല്ല സ്പീഡ് കിട്ടുന്നു മനസ്സിലാകുന്നവർക്കായി. കരം ഉയരുന്നില്ലേ? സ്വോത്രം. അതാ റിലയൻസ് ജിയോ എയർടെല്ലും അവൻ്റെ കയ്യിലായി. അന്ത്യകാലം ഇന്ന് രാത്രി. ഇന്നലെ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഇന്നൂടെ പറയുക, 2 വർഷം കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ കാണത്തില്ല. അത് ശോശാമാമയ്ക്ക് റബ്ബർ ഷീറ്റ് നൂത്തിടാം, കേരള വിഷൻ്റെ കേബിൾ അവറാച്ചാന് പാൻറ് ഷർട്ട് നൂത്തിടാം. ഇതാ വരുന്നു. സാറ്റലൈറ്റ് വഴി ഒരു പെട്ടി നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മൊബൈൽ കോളും കിട്ടും, TV പരിപാടിയും കിട്ടും, ഇൻ്റർനെറ്റും കിട്ടും. കയറും വേണ്ട, വയറും വേണ്ട. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫെൻറ്റാസിയ. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. ഒരു ഗവൺമെൻറ്, ഒരു ഭരണം, ഒരു മൈക്രോ ചിപ്പ്, ഒരുവൻ സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ ചിന്തകൾ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. അതാ ഞങ്ങളുടെ ബൈബിൾ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. മനുഷ്യൻ ഇന്റർനെറ്റ് സംവിധാനം. അതാ സഞ്ചാർ സാത്തി അവസാന ഭാഗം. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുമോ? നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോണാണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല, നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. അവസാന ഭാഗം ഇന്ന് രാത്രി എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇനി പാട്ടൂടെ മാത്രം. എഫേസ്യർ 4:30 വായിച്ചിട്ട് മോനെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി താണ്ടേ ഞാനോ ഇതല്ല, നമ്മുടെ കയ്യിൽ QR കോഡ് ഒരു ചിപ്പ് വരാറായി. എന്നാൽ നമ്മുടെ അകപ്പുണ്ട്. കരമുയരുന്നില്ലല്ലോ. നാനോ ആണോ, സിലിക്കോണാണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവനെ ചേർക്കാൻ കരമുയർത്തുന്നവർക്ക് നമ്മുടെ കാന്തൻ മടങ്ങി വരാറാ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മടങ്ങി വരാറാൻ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോകുന്നു കാൽവറിയിൽ കള്ളൻ. ഇന്ന് രാത്രി ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ഒരു കള്ളൻ യേശുവിനെ നോക്കി മേലെടുത്ത്, യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം. അപ്പോൾ അവൻ പരിഹസിച്ചിട്ട് പറഞ്ഞു, ആർ യു ദ കിങ് ഓഫ് ജൂദ? നീ യഹൂദന്മാരുടെ രാജാവ്. ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ കം ഡൗൺ. നീ താഴെ ഇറങ്ങ്, ഞങ്ങളെ ഇറക്കണമെന്ന്. സ്തോത്രം. യേശു മിണ്ടിയില്ല. മറ്റേ കള്ളൻ ആദ്യം യേശുവിൻ്റെ മുഖത്ത് നോക്കിയില്ല. കൂട്ടുകള്ളന്മാരായിരുന്നു, പൊന്നച്ചനും തോമാച്ചാനും. അപ്പോൾ എന്താ മറ്റേ കള്ളനോട് പറഞ്ഞു, നീ മിണ്ടരുത്. നമ്മൾ കാട്ടാക്കട മൈജി, ഓക്സിജൻ, പിട്ടാപ്പള്ളി ജുവലറി എല്ലാം കുത്തി തുറന്നിട്ടാണ് കിടക്കുന്നത്. സന്തോഷമില്ലല്ലോ. ആ യേശു വന്ന് 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റമില്ല. ഇതാ മാമേ സുവിശേഷ പ്രസംഗം. ആ കള്ളൻ അവസാനമായി
യേശുവിൻ്റെ മുഖത്തൊന്ന് നോക്കി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അവൻ്റെ മുഖത്ത് നോക്കിയവർക്ക് ഒരു വെളിപ്പാടുണ്ട്. മനസ്സിലാകുന്നവർക്കായി, കരമുയർത്തുന്നവർക്കായി അവനെ പിടികിട്ടി. യേശു ഇവിടെ തീർന്നാലും ഇവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. അവൻ അപ്പോസ്തോലിക് ബൈബിൾ കോളേജിൽ പഠിച്ചില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചില്ല, കേരള യൂണിവേഴ്സിറ്റി എംപിൽ എടുത്തില്ല. അവന് പിടികിട്ടി അവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. അവൻ യേശുവിനോട് ഒരു കാര്യം ചോദിച്ചു. ഇതാ സുവിശേഷ പ്രസംഗം. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായി എന്നെ ഓർക്കണേ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഞങ്ങളാന്നേ പറയാം, അടുത്ത കൺവെൻഷനിൽ കാണാം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എന്നാൽ എൻ്റെ യേശു ഒരു കാര്യം പറഞ്ഞു. അമ്മാമേ, അവന് കാട്ടാക്കട കോടതിയിൽ നിന്ന് പേപ്പറുണ്ട്, കാട്ടാക്കട FIR ഉണ്ട്, ആര്യനാടിന്ന് കേസുണ്ട്. അവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല, അവൻ്റെ കേസിൻ്റെ എണ്ണം നോക്കിയില്ല. മുഖത്ത് നോക്കിയവനോട് പറഞ്ഞു, മോനെ, ഞാൻ മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി നാളെ ഇവിടെ യോഗമുണ്ട്. ആര്യനാട് പുളിമോട് ഇന്ന് രാത്രി വീട്ടിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും നോക്കാൻ കൊള്ളാവുന്ന ഒരു മുഖത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ മുഖമത്രേ കാൽവറിയിലെ യേശുവിൻ്റെ മുഖം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവൻ്റെ മുഖത്ത് നോക്കി ആരെയും കൈവിട്ടില്ല. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, മദ്യപാനം നോക്കാതെ, MDMA നോക്കാതെ, കഴിഞ്ഞ നാളുകളിൽ നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൊട്ടേഷൻ ടീം ഒന്നും നോക്കാതെ, അനുദപിച്ചേറ്റ് പറഞ്ഞവനെ മാറോട് ചേർക്കുന്ന ക്രൂശിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ആര്യനാട് പുളിമോട് 39ാമത്തെ കൺവെൻഷൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ അത് ദൈവശക്തിയാണ്. ഒറ്റ കാര്യം കൂടെ നാട്ടിലേക്ക് പോവാം. VD സതീശൻ സാറിൻ്റെ സെക്രട്ടറി ഒരിക്കൽ എൻ്റെ പ്രസംഗം കേട്ടു. അന്നൊരു പ്രസംഗത്തിൽ ഞാനൊരു കഥ പറഞ്ഞു, എല്ലാവരും കേൾക്കണം. റഷ്യയിൽ ഒരു ഭൂകമ്പം നടന്നു കേട്ടോ. ആ ഭൂകമ്പം നടന്നപ്പോൾ അനവധി സ്ഥലത്ത് ഭൂകമ്പം പോയി. ഭർത്താവ് വീട്ടിലില്ലായിരുന്നു, ഭാര്യയും കുഞ്ഞും വീട്ടിലുള്ളായിരുന്നു. അവർ കിടന്നുറങ്ങിയപ്പോഴാണ് ഭൂകമ്പം നടന്നത്. അമ്മാമ അച്ചായനും കേട്ടോണം. ഒരു ബീം വന്ന് ഈ സഹോദരിയുടെ വയറ്റത്ത് വീണ് കുഞ്ഞു കൂടെ കിടക്കുക. കുഞ്ഞിനെ തൊട്ടിട്ടില്ല ഈ ബീം. സ്തോത്രം. ഇവർക്ക് എഴുന്നേക്കാൻ വയ്യ. കുഞ്ഞ് മുലപ്പാൽ കുടിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് സഹോദരിക്ക് വെള്ളം കിട്ടാത്തത് കൊണ്ട് ശരീരം ക്ലേശം തുടങ്ങാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവുക. ആ സമയത്ത് കൈകൾ അനക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് തകർന്ന ഒരു കുപ്പിയുടെ കഷ്ണം കിടന്നു. ആ കുപ്പിയുടെ കഷ്ണം മുറിച്ച് കൈ വെച്ച് മുറിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ വായിലോട്ട് ഇത് കൊടുത്തു. കുഞ്ഞിന് മുലപ്പാലാണോ, കൊച്ചു കുഞ്ഞ രക്തമാണോ? കുഞ്ഞ് സുന്ദരമായിട്ട് കുടിച്ച് തീർത്തു. 3-ാം ദിവസം റെസ്ക്യൂക്കാർ വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. എന്താ? തൻ്റെ അമ്മ വയറ് ബീമിനകത്ത് കിടക്കുമ്പോൾ കൈ മുറിച്ചിട്ട് കുഞ്ഞിന് രക്തം കൊടുത്തു. അമ്മ മരിച്ചുപോയി, കുഞ്ഞ് രക്ഷപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിയെങ്കിൽ, അവൻ മരണപ്പെട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി VD സതീശൻ സാറിൻ്റെ സെക്രട്ടറി ഒരിക്കൽ പ്രസംഗം കേട്ടെഴുതിയ കഥയാ കുമ്പൻ. അങ്ങനെയെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം. ഇന്ന് രാത്രി യോഹന്നാൻ 14:1-2 പാട്ടിന് തയ്യാറായിക്കോ മക്കളെ. നിങ്ങളുടെ ഹൃദയം കരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്ത് കൊള്ളും. പുളിമൂട് മനുഷ്യർ ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. ആരൊക്കെ? ഗാന്ധി, ഇന്ദിരാഗാന്ധി, മഹാത്മജി, ചാച്ചാജി എല്ലാം രാജ്ഘട്ടിൽ. കാറൽ മാർക്സ് എവിടെ കിടക്കുന്നു? ബ്രിട്ടനിൽ കിടക്കുന്നു. സ്റ്റാലിനും എവിടെ കിടക്കുന്നെന്ന് അറിയാമോ? കൊട്ടാരത്തിൽ 39 വാർഷിക കൺവെൻഷൻ ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം. പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അച്ചായ അമ്മാമ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബല കക്ഷിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനി കാനാവിലെ കല്യാണ വീട്ടിലല്ല യേശു വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മടങ്ങി വരൂ. ഇന്ന് രാത്രി പുളിമൂടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആരെ ചേർക്കാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന സഭയെ ചേർക്കാൻ യേശു വരാറായി. യഹൂദൻ ചിപ്പ് വെക്കത്തില്ല, അവൻ്റെ തലയറുത്ത് വീഴുന്ന കാലം. എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ് ലോകത്തിൽ വരാറായി. ആ ചിപ്പ് നമ്മുടെ കയ്യിൽ പിടിപ്പിച്ച് ഒരു സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്തുള്ളവൻ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ വരാറായി. കരമുയർത്തിയാട്ടെ. പാട്ടിലേക്ക് പോകാം. കരമുയർത്തിയാട്ടെ എല്ലാ കരങ്ങളും. പട്ടണം കേൾക്കട്ടെ.
പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. ആര്യനാട് പുളിമൂടെ അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരങ്ങളെ തട്ടി. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്. എല്ലാ കരങ്ങളും അടിച്ച് യേശു മഹോന്നതനെ വേഗം കാണാൻ കൊയറിനോട് ചേർന്ന കരങ്ങളെ അടിച്ച് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും ഈ ആരാധനയിൽ അഴിയട്ടെ. യെസ്, അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് പന്തലിനകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും തട്ടി അപ്പച്ചൻ ഭാഗ്യമായി, ദേവൻ വല്ലമായി. എല്ലാ കരങ്ങളും അടിച്ച് പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാർ പാടി ആരാധിച്ചു. യെസ്, ശക്തിയോടെ ഉണർവോടെ പട്ടണം പിടിപ്പിക്കപ്പെടട്ടെ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. എല്ലാ കരങ്ങളും പ്രേമകാന്തനെ കാണാം. ശക്തിയോടെ മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. എല്ലാ കരങ്ങളും സുന്ദരരൂപനെ നാം ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോട് വാഴുമനാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോട് വാഴുമനാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെ ധരിപ്പിക്കുമെന്ന്. മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ. എനിക്കായൊരുങ്ങിയ പഴയ പാട്ട് പാടി ദൈവത്തെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ. എല്ലാ കരങ്ങളും ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്. 4 ജീവികൾ പാടുമവിടെ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്. 4 ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. ഇത്രത്തോളം ജയമെന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും 32 വർഷമാത്തോളം ജയം വന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. 39 വർഷമായി കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. 39 വർഷം ദൈവമല്ല തന്നതല്ലേ. കരങ്ങളടിച്ച് നാം ദൈവം നമ്മെ നിർത്തിയതാ. യേശോപ്പച്ചൻ ദൈവമല്ല
എല്ലാം തന്നതല്ലേ നടത്തിയ അപ്പച്ചാമ്മച്ചേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാ അവൻ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാണ്. വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ബന്ധനങ്ങൾ അഴിയുന്ന രാത്രി, ജഗതല്ല മൗഢ്യ ശക്തര ദിഗജല യത്വന വൈഡമനന്തര പരിശുദ്ധാത്മാവിന്റെ 39 വർഷം വഴി നടത്തിയ ദൈവത്തിന് ഈ കൺവെൻഷനകത്ത് ആരാധന കൊടുത്താട്ട് ദേവൻ ഭാഗ്യമായി, ആണ്ടവൻ വല്ലമായി, ദേവൻ വല്ലമായി തിരുഗീതം ഇനിയോ ശത്രുകേണ വാദിക്കുന്നു ഞങ്ങളുടെ കർത്താവ് കൂടെ രീതി ആരൊക്കെ മത്സരിച്ചാൽ ജഗതല മൗഢ്യം ദുഃഖവിശാലി തകർക്കാൻ പദ്ധതി പ്രവൃത്തിയിൽ ഞങ്ങളുടെ കരം പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളും പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഓ ആര്യനോട് ഉണരട്ടെ നന്ദിയപ്പ ആണ്ടവരിൽ വല്ലമായി ദേവൻ ഭാഗ്യമായി, ദേവൻ ഭാഗ്യമായി, ദേവൻ ഭാഗ്യമായി. ഇനിയും ഇനിയും എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. എല്ലാ രോഗക്കെട്ടുകളും, എല്ലാ ശാപക്കെട്ടുകളും, എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഭക്തി തൊടാതെ സർജറിയാൻ കഴിവുറ്റ ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി അനേകം പേര് തൊടുകയാണ്. എല്ലാ അന്യായ മുഴകളും, എല്ലാ അന്യായ കട്ടികളും, എല്ലാ തൈറോയിഡുകളും ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാമന യേശുവിന്റെ നാമത്തിൽ അന്ന വെള്ളിയാഴ്ച അവന്റെ അടിപ്പിണരാൻ ഇന്ന് രാത്രി സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസറുകളും ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന അന്യായ മുഴകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ദേവൻ വല്ലമായി, ആണ്ടവരിൽ വല്ലമായി, പരിശുദ്ധാത്മാവിൻ ധൂവയാവി ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ ഇന്ന് രാത്രി mighty presence of Holy Spirit അനേകം പേരെ ടച്ച് ചെയ്യുന്ന രാത്രി. ഹീലിംഗ് പവർ മരിച്ചവനെ ഉയർപ്പിച്ച 12 വർഷം രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുക. എല്ലാ പാരമ്പര്യ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അഴിയട്ടെ. Lord Jesus, നന്ദിയപ്പ, നന്ദിയപ്പ. കൃപയേ, 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 കൃപയേ. Lord Jesus, the precious Lord. നന്ദിയപ്പ. Yes. Mighty presence of Holy Spirit surrounded in this night. The miracle time, the mighty presence of Holy Spirit, every cancer, every tumors, every arthritis, every thyroids, we are rebuking in this verse. യേശുവിൻ്റെ നാമത്തിൽ അന്യായ മുഴകൾ, അന്യായ ക്യാൻസർ സെല്ലുകൾ, ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ട്യൂമറുകൾ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശുവിൻ്റെ നാമത്തിൽ 2 നിമിഷം കൂടെ ഹാഗാർ മരുഭൂമിയിലേക്ക് പോവുക. അബ്രഹാമിൻ്റെ വീട്ടിൽ നിറങ്ങി ഒരു തുരുത്തി വെള്ളമുണ്ട്. കുഞ്ഞു വെള്ളം കുടിച്ചു, പക്ഷെ വെള്ളം അവസാനിച്ചു. ചൂടേറിയ മരുയാത്ര. ഹാഗാറിൻ്റെ പൈതലിനെ കുറുങ്കാട്ടിലിട്ട് ഒരമ്പ് ദൂരത്തമ്മ കരഞ്ഞു. സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 2 മരണം നടക്കും. ഒന്നേ എൻ കുളന്ത, പിന്നാടി നാനുമേ മരുക്കത്. ഹാഗാർ ബേർശബ മരുഭൂമിയിൽ മുട്ടുമടക്കി സയൻസ് പഠിപ്പിച്ചു. ഞാൻ കരഞ്ഞു. 2 കിലോമീറ്റർ ചെന്നാൽ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ഒരു തായ്, ഒരു തണ്ണി, ഒരു ഉറ്റ് തണ്ണി അവരുടെ കണ്ണുനീർ താഴെ വീഴുന്നത്. അപ്പാവൻ ക്യാമറ ഇറങ്ങി ആരോട് പറഞ്ഞു? ഹാഗാറിനോട്, എങ്ക നീ പോകക്കൂടാതെ, നീ ഒക്കാരുടെ എങ്ക മരുഭൂമി ഇരിക്കുന്നത്, അങ്ക ഒരു ഉറവയെ ഞാൻ തുറക്കും. തമിഴ് മലയാളത്തിൽ, ഹാഗാറെ നീ തെക്കോട്ടും വടക്കോട്ടും പോകണ്ട, നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ പൈതലിന് വേണ്ടി ഒരു ഉറവയെ തരും. മരുഭൂമിയിൽ കിണർ കുടിക്കാൻ ആൾ വന്നില്ല. മോനെ
അവിടെ ഒരു ബോർവെൽ വന്നില്ല, മെഷീൻ വന്നില്ല. ഒരമ്മയുടെ കണ്ണുനീർ കണ്ടിട്ട് സ്വർഗ്ഗം ഒരു ഉറവ തുറന്നു. 39ാമത് കൺവെൻഷൻ കരമുയർത്തി പറയണം, എൻ്റെ വിഷയത്തിൽ സ്വർഗ്ഗം ഒരു ഉറവ തുറക്കും. ആര് കരമുയർത്തും? എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ, എൻ്റെ വീടിൻ്റെ വിഷയത്തിൽ, എൻ്റെ ലോണിൻ്റെ വിഷയത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ വിഷയത്തിൽ ഒരു വിടുതലിൻ്റെ ഉറവ. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിച്ച് തീരുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിനകത്ത് ഒരു ഉറവ തരുവാൻ ആകാറിനെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസൻ. കരങ്ങൾ, ആരും സഹായം, എല്ലാവരും എൻ്റെ കണ്ണും കാണാതെ വിട്ടുപോകുമ്പോൾ എനിക്കൊരു സഹായകൻ ഇന്ന് രാത്രി പുളിമൂട് ഗ്രൗണ്ടിലുണ്ട്. പാടിയാട്ട് മക്കളെ, യെസ്, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസം. അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസം. എൻ്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം, എന്റെ ദൈവം കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. തന്നിലെന്നിൽ എന്നെ ഓർത്തി. ഒരു വരി കൂടി പാടിയാട്ട് മനെ. കരയുന്ന കാക്കയ്ക്ക് വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യമെല്ലാം സർവേശ്വരനെ നോക്കി. 39ാമത് കൺവെൻഷൻ ഞങ്ങൾ വന്ന് നോക്കുക. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കി. അവസാനം എൻ്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ ഓർത്തിയിടുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ദൈവം, എന്റെ ദൈവം